ഞാൻ സൂചിപ്പിച്ച പോലെ വിശുദ്ധിയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം എടുക്കാം. 2 തിമോത്തി. ഇന്ന് ബൈബിൾ എടുത്തോ. 2 തിമോത്തി. നാളെ കുറച്ചും കൂടി ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. 2 തിമോത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. 2 തിമോത്തി ശ്രദ്ധിക്കണം. 2 തിമോത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. 2 തിമോത്തി. പേജ് നമ്പർ 320 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 320 320 പേജ് നമ്പർ 320 ആണോ? പേജ് നമ്പർ 320 ആണോ? പേജ് നമ്പർ എത്രയാണ്? അത് വലിയ ബൈബിളാണല്ലേ, ഏറ്റവും വലിയ ബൈബിളാണ്. ഈ ബൈബിളിൽ എത്രയാണ് പേജ് നമ്പർ? 320 ആണോ? അതെ, വായിച്ചോളൂ. 2 തിമോത്തി 2-ന്റെ 20-ാം വാക്യം. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും മറ്റു ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. തീർന്നില്ല, വായിച്ചു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. 2 തിമോത്തി 2-ന്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കണ്ട് ശ്രദ്ധിച്ച്. 2 തിമോത്തി എന്ന് പറയുന്ന ആരാന്ന് അറിയുമോ? മോട്ടന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. തിമോത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചും അമ്മൂമ്മയെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നെങ്കിലും വിവാഹം കഴിച്ചത് ഒരു ഗ്രീക്കുകാരനെയായിരുന്നു. ഗ്രീക്കുകാർ എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവും. ഗ്രീക്ക് ഫിലോസഫിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാതിരിക്കാം. ഗ്രീക്ക് തത്വജ്ഞാനികൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ യേശുക്രിസ്തുവിന് മുമ്പുണ്ടായ ആളുകളാണ്. അപ്പൊ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഗ്രീക്കുകാരിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ വിവാഹം കഴിക്കാൻ യഹൂദർക്ക് അവകാശമില്ല. പക്ഷെ അങ്ങനെ ആ സ്ത്രീ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന് വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചെങ്കിലും ഉണ്ടായ കുട്ടിയാണ് തിമോത്തി. ഈ തിമോത്തിയെ ശ്രദ്ധിക്കണം. വർത്താനം പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. പിന്നെ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കണക്ഷൻ പോണ തിമോത്തി അങ്ങനെ കണക്ഷൻ പോകും, മനസ്സിലാവില്ല. പിന്നെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോകും. അപ്പൊ തിമോത്തിയെ എങ്ങനെ മാനസാന്തരപ്പെട്ടു എന്ന് ചോദിച്ചാൽ, തിമോത്തിയുടെ അമ്മ അപ്പോസ്തലനായ പൗലോസ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. തിമോത്തിയുടെ അമ്മ മാനസാന്തരപ്പെട്ടു. യൗവനിക്ക് എന്നാണ് ആ സ്ത്രീയുടെ പേര്. അമ്മൂമ്മയുടെ പേര് ലോവീസ്. ആ സ്ത്രീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ മകനായ തിമോത്തിയെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, തൻ്റെ ആൺകുട്ടിയെ അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ പൗലോസിൽ നിന്നും വചനം പഠിപ്പിച്ച് അദ്ദേഹത്തെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം അന്നത്തെ വലിയൊരു ബിഷപ്പായിട്ട് മാറി തിമോത്തി. അമ്മ ഗ്രീക്കുകാരനെ വിവാഹം കഴിച്ചു പോയെങ്കിലും അമ്മ വചനം കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു മനസ്സിലായി. പക്ഷേ ആ സ്ത്രീ തെറ്റിതിരുത്താണ് മകനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ആ വചനം അദ്ദേഹം പ്രസംഗിക്കുന്നിടത്ത് കൊണ്ടുവരികയും വചനം കേൾക്കുകയും തിമോത്തിക്ക് വ്യത്യാസം ഉണ്ടാകുകയും തിമോത്തിയെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് വളർത്തുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ബിഷപ്പായി തീർന്നു. ഇതൊക്കെ ശരിക്കും വിശദീകരിക്കാൻ സാധിക്കും, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് ബൈബിൾ വേണം. അപ്പോൾ ആ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തി, അതാണ് തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം, 2-ാമത്തെ അധ്യായം 20-ാം വാക്യം. അവിടെ കുറെ പാത്രങ്ങളെ കുറിച്ച് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയുണ്ടായിരിക്കും. ഇവിടെ കോട്ടപ്പുറത്ത് ഏതെങ്കിലും വീട്ടിലുണ്ടോ സ്വർണ്ണപാത്രം ഉണ്ടാ? ഒന്നും ഉണ്ടല്ലോ ബ്രദറെ. ചട്ടി ഉണ്ട്, മീൻകറി വെക്കുന്ന ചട്ടി അല്ലേ? പിന്നെ അല്ല അലൂമിനിയം പാത്രമോ സ്റ്റീൽ പാത്രമോ ഒക്കെ ഇരിപ്പുണ്ട് അല്ലേ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ബൈബിളിൽ പറയുന്നു, ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ട് തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയുണ്ടായിരിക്കും. കേരളത്തിലെ വലിയൊരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പ്രെയർ മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. അവരുടെ വീട് 56,000 സ്ക്വയർ ഫീറ്റ് ആണ്. 56,000 സ്ക്വയർ ഫീറ്റ്. സാധാരണ വീടുകൾ 1000, 1500, 2000, 2500, 3000, 3500, 6000 വരെയൊക്കെ ആവാം. 3000-ന് മേലെ അത് ലക്ഷറി ടാക്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ 56,000 സ്ക്വയർ ഫീറ്റ് വീട് എന്തായിരിക്കും? അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എത്ര മുറികളുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു 4 മുറികൾ ആകെ ഉള്ളൂ. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്നത് കാറിലാണ്, ചെറിയ കാറ്, ബാറ്ററി കാറ്.
അവരുടെ വീട്ടിലുണ്ടാവും ഈ പറഞ്ഞ പാത്രം. ഏത് പാത്രം? സ്വർണ്ണപാത്രം. അതാണ് ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. മരപാത്രം, മണ്ണിന്റെ പാത്രം. എന്തിനാ പാത്രങ്ങളുടെ കാര്യം ബൈബിളിൽ എഴുതിയണേ? എന്തിനാ പാത്രങ്ങളുടെ കാര്യം എഴുതിയണേ? എന്തൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ കൊച്ചിന്റെ വീട്ടിൽ വന്നു. കൊച്ചിന്റെ പേരെന്താണ്? അന്ന. അന്ന, അയന. അയനയുടെ വീട്ടിൽ നന്ദു ബ്രദർ വരട്ടെ? വരണ്ടെന്നാണോ? നന്ദു ബ്രദർ അയനമോളുടെ വീട്ടിൽ വരട്ടെ? ഓക്കെ. അപ്പൊ അയനയുടെ വീട്ടിൽ വന്നു. അപ്പൊ അയന അമ്മയോട് പറഞ്ഞു, മമ്മി മമ്മി നന്ദു ബ്രദർ വന്നാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ചായ മതി എന്ന് പറഞ്ഞു. അപ്പൊ അയനമോള് മമ്മിയോട് പറഞ്ഞു ചായ മതി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അയനമോളോട് പറഞ്ഞു, ടോയ്ലറ്റിൽ നിന്ന് കപ്പും ബക്കറ്റ് എടുക്കണീന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ടോയ്ലറ്റിലെ കപ്പിൽ എനിക്ക് ചായ തരോ? തരില്ല അല്ലേ? തരത്തില്ല. എന്നാൽ ടോയ്ലറ്റില് കപ്പും ബക്കറ്റൊക്കെ വേണ്ടേ? സായിപ്പിന്റെ ടോയ്ലറ്റിൽ കപ്പും ബക്കറ്റൊന്നും ഉണ്ടാവില്ല. അവിടെ പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ടോയ്ലറ്റ് പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് മലയാളികൾക്ക് നല്ലോണം വെള്ളം വേണം. പക്ഷേ ടോയ്ലറ്റിലുള്ള കപ്പും ബക്കറ്റും ആ ടോയ്ലറ്റിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു വെച്ചേക്കുക, വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ ടോയ്ലറ്റിൽ കൊണ്ടുപോകത്തില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസിയും ഗിലാസും വേറെ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുമോ? ഇല്ല. അതാണ് വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കൂ. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കപ്പെടുക. ഒന്നുകൂടെ ഞാൻ പറയാം. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സമർപ്പിക്കപ്പെടുക. മറ്റൊരർത്ഥം വേർതിരിക്കപ്പെടുക. അപ്പൊ സമർപ്പിക്കപ്പെടുക, ടു കോൺസിക്രേറ്റ്, ടു സെറ്റ് അപ്പാർട്ട്. സമർപ്പിക്കപ്പെടുക, വേർതിരിക്കപ്പെടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയുണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും മറ്റു ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കുട്ടികൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അവൻ ഗൃഹനായകന് പ്രയോജനകരവും. ആരാ ഗൃഹനായകൻ? സഭയാകുന്ന ഗൃഹത്തിന്റെ നായകൻ ക്രിസ്തു. ആ ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാണ്. അപ്പൊ ആരാണ് ഇവിടെ പാത്രങ്ങൾ എന്ന് പറയുന്നത്? എന്നെ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയുമാണ് പാത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കർത്താവിന്റെ കൈകളിൽ കർത്താവിന് പ്രയോജനമുള്ള പാത്രമാവണം. മദ്യപിക്കുന്ന ഒരു പാത്രം അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന ഒരു പാത്രമാണെങ്കിലോ ദൈവത്തിന് വേണ്ട, ശുദ്ധീകരിക്കണം. അല്ലെങ്കിൽ പ്രേമബന്ധത്തിൽ കുടുങ്ങി കഴിയുന്ന ആള് ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണക്കൊതിയിൽ നിറഞ്ഞിരിക്കുന്ന ആള് ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വെറുപ്പിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കുക? എപ്പോഴും ഫോൺ വേണം. ഫോൺ താഴെ വെച്ചിട്ടൊരു പരിപാടിയില്ല. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു സഹോദരി, പുള്ളിക്കാരി പറയുന്നു, എനിക്ക് തോന്നുന്നത് ഈ ക്ലിനിക്കൽ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നതാണ്. നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ല, ധ്യാനത്തിനൊക്കെ നടത്തുന്നത്. മറ്റൊരു ശരിക്കും സൈക്കോളജി ഒക്കെ പഠിച്ച് ക്ലിനിക്കൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരു വളരെ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയുടെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ ശ്രദ്ധിച്ചു. പുള്ളിക്കാരി പറയുന്നത്, എറണാകുളത്ത് ധാരാളം കുട്ടികൾ പഠിക്കാൻ പോകാതെ വീട്ടിലിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പോലും പൂർത്തിയാക്കാതെ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റണില്ല. അവർക്ക് ചികിത്സ വേണം, മരുന്ന് കൊടുക്കണത്രേ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ അതിന്റെ അഡിക്ഷൻ കണ്ടോ. അപ്പൊ ഇതിൽ നിന്നെല്ലാം കർത്താവ് മോചിപ്പിക്കാമെന്ന്, നമ്മളെ നല്ലൊരു പാത്രമാക്കി മാറ്റാം. നമ്മളാണ് പാത്രങ്ങൾ. യേശുവിന്റെ കയ്യിലുള്ള അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 തിമോത്തി 2:20 മുതൽ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു വലിയ ഭവനത്തിൽ, ഒന്ന് വായിച്ചോ ബൈബിളുള്ളവർ വായിച്ചേ രണ്ടാളും വായിച്ചോ, ഒരുമിച്ച് വായിച്ചോ. ഇനി ആരുടെയെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഒരു വലിയ ഭവനത്തിൽ, ഇതിലൊന്ന് വായിക്കാമോ, മൈക്കിലൊന്ന് വായിക്കാമോ? പാട്ട് പാടുന്ന സൗകര്യം ബൈബിൾ ഒന്ന് വായിച്ചോ. തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. എന്നിട്ടോ ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും.
അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? കേട്ടില്ല അല്ലെ? എന്താ ദൈവത്തിന്റെ ഇഷ്ടം? 3 മണിക്കൂർ കാർ ഓടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങരുതേ, ശ്രദ്ധിച്ചിരിക്കണേ, അറ്റൻറ്റീവ് ആയിരിക്കണേ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? നിങ്ങളുടെ ശുദ്ധീകരണം, വിശുദ്ധീകരണം. ആൺകുട്ടികൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? നമ്മളുടെ ശുദ്ധീകരണം. ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഹൃദയ ശുദ്ധീകരണമാണ്. നമ്മുടെ ഹൃദയത്തെ കർത്താവ് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ. പക്ഷേ ഇവിടെ നല്ല സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കും, ടീച്ചേഴ്സ് പഠിപ്പിക്കും. സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഇല്ലേ പഠിപ്പിക്കില്ലേ? പൊല്യൂഷനെ കുറിച്ച് ഏതെങ്കിലും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടോ? പാപനിമിത്തം ഹൃദയം പൊല്യൂട്ടഡ് ആയി എന്ന് പഠിപ്പിക്കുമോ? വെള്ളം മലിനമായി എന്ന് പഠിപ്പിക്കും. വെള്ളത്തിൽ കക്കൂസിന്റെ പൈപ്പൊക്കെ വെള്ളത്തിലേക്ക് വിട്ടാലോ ആ വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? പന്നി കൃഷി നടത്തുന്നവർ അത് ആ പന്നീനൊക്കെ കടിയ വെള്ളം നേരെ ജലാശയത്തിലേക്ക് വിട്ടാലോ വെള്ളം മുഴുവൻ മലിനമായി പോകും. വെള്ളം അതിന്റെ ആരംഭത്തിൽ നല്ലതാണ്. മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സമയത്ത് നല്ല വെള്ളമായിരിക്കും, ആരംഭത്തിൽ നല്ലതാണ്. പുഴയിലൂടെ കൊണ്ട് ഒഴുകി പോയി തുടങ്ങിയാലോ ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം ഇതൊക്കെ കൊണ്ട് പുഴ മലിനമാകും. അന്തരീക്ഷം അശുദ്ധമാണ്. നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ നല്ലൊരു ടൗണിൽ പോയി നോക്കി, കുറച്ചു നേരം അതിലൂടെ സഞ്ചരിച്ച് മൂക്കിലേക്ക് ഒരു തൂവാലയൊന്ന് കയറ്റി നോക്കി, വെളുത്ത തൂവാലയാണെങ്കിൽ കറുത്ത കളറാവും. അത്ര അഴുക്കാണ്. അന്തരീക്ഷം പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ഹോണിന്റെ പടം വെച്ചിട്ട് ഇങ്ങനെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? അവിടെ ഹോൺ അടിക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും, ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ വലിയ എയർ ഹോണൊന്നും അടിക്കാൻ പാടില്ല, അവർക്ക് ആകെ അസ്വസ്ഥയാവും. ഹാർട്ട് പേഷ്യന്റ് എന്ത് പ്രശ്നമാണെന്നോ, വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തൊക്കെ ഹാർട്ട് പേഷ്യന്റ് ചത്തുപോകും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ശബ്ദം അവർക്ക് താങ്ങാൻ കഴിയില്ല. ഗർഭിണികളായ സ്ത്രീകൾക്ക് അസ്വസ്ഥ ഉണ്ടാവും. അപ്പോൾ സൗണ്ട് പൊല്യൂഷൻ. ഏറ്റവും പൊല്യൂട്ടഡ് ആയത് എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? മനുഷ്യന്റെ ഹൃദയം. ഹൃദയം മലിനമാണ്. അത് ആരും കാണുന്നില്ല, പക്ഷെ അത് പള്ളിയിലെ മനസ്സിലാക്കി തരാം. പള്ളി എന്തിനുള്ള സ്ഥലം എന്നറിയാമോ? കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. പള്ളി എന്തിനുള്ളതാണോ? കുട്ടികളെ ഫസ്റ്റ് ആക്കാനുള്ള സ്ഥലമല്ല പള്ളി, കുട്ടികളെ ബെസ്റ്റ് ആക്കാനുള്ള സ്ഥലം. നല്ല കുട്ടികളാക്കാൻ, സ്വഭാവശുദ്ധി നേടാൻ, മനുഷ്യന്റെ സ്വഭാവശുദ്ധി, മനുഷ്യരെ നല്ലവരാക്കി എടുക്കുന്ന സ്ഥലമാണ് പള്ളി. മനസ്സിലാവട്ടെ? ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഇല്ല. അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് പോകരുത്. ഇവിടെ ഫസ്റ്റ് അല്ല, ഇവിടെ ബെസ്റ്റ് ആക്കണ സ്ഥലം, നല്ലവരാക്കുന്നിടം. യേശുവിന്റെ വചനമൊക്കെ കേട്ട് വ്യക്തികൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നിടം, അതിനാണ് ദേവാലയം. അപ്പോ ദൈവം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കും. ഇതൊരു വാക്യം കൂടി എടുത്തിന്. 1 പത്രോസ് 3:15 വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:15. 1 പത്രോസ് 3:15 വാക്യം. പേജ് നമ്പർ എത്രയാ നോക്കൂ? 351. നോക്കി എത്രയാ? പത്രോസിന്റെ 1-ാം ലേഖനം. ഈ ബൈബിളും ആ ബൈബിളും 2 ടൈപ്പാണ്, അതുകൊണ്ട് ചിലപ്പോൾ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഈ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളും വ്യത്യാസം കാണും. വലിയ ബൈബിളാണല്ലോ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 15-ാം വാക്യം. 1 പത്രോസ് 3:15 വാക്യം ഇതാണ്. ക്രിസ്തുവിനെ എന്ന് തുടങ്ങുന്ന വാക്യ. വായിച്ചോ. ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ, ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. എല്ലാവരും കൂടെ പറഞ്ഞ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. യേശു ക്രിസ്തുവിനെയാണ് ഹൃദയത്തിൽ പൂജിക്കേണ്ടത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കണം. ഒന്നുകൂടെ പറഞ്ഞ ക്രിസ്തുവിനെ, പറയുന്നില്ലല്ലോ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പഠിച്ചു. ആൺകുട്ടികൾ പറഞ്ഞ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പഠിച്ചോ? ആരെ പൂജിക്കണം? വേണ്ടത്തില്ല. ആരെ പൂജിക്കണം? ആരായി പൂജിക്കണം? കർത്താവായി. എവിടെ പൂജിക്കണം? ഹൃദയത്തിൽ. ഒന്നുകൂടെ, ആരെ പൂജിക്കണം? ഒരു ഉറപ്പില്ലല്ലോ. ആരെ പൂജിക്കണം? ആരായി പൂജിക്കണം? എവിടെ പൂജിക്കണം? എവിടെ പൂജിക്കണം? ആരായി പൂജിക്കണം? ആരെ പൂജിക്കണം? ആരെ പൂജിക്കണം? ആരായി പൂജിക്കണം? എവിടെ പൂജിക്കണം? എവിടെ പൂജിക്കണം? ആരെ പൂജിക്കണം? തെറ്റുണ്ടോ? ആരെ പൂജിക്കണം? അവർക്ക് പറ. ആരെ പൂജിക്കണം? ക്രിസ്തുവിനെ. ആരായി പൂജിക്കണം? എവിടെ പൂജിക്കണം? എവിടെ പൂജിക്കണം? ആരെ പൂജിക്കണം? ആരായി പൂജിക്കണം? എന്തിന് പൂജിക്കണം? ഔട്ട് ഓഫ് സിലബസ്, ഔട്ട് ഓഫ് സിലബസ്. എന്തിന് പൂജിക്കണം? എന്തിന് പൂജിക്കണം? കേട്ടോളൂ. ദൈവം സൃഷ്ടാവും നാം സൃഷ്ടികളുമാകയാൽ
നാം അവിടുത്തെ പൂജിക്കുന്നു. ദൈവം ആരാണ്? ക്രിയേറ്ററാണ്. ദൈവം സൃഷ്ടാവും, നാം സൃഷ്ടികളും. വർഷിപ്പ് ദി ക്രിയേറ്റർ, നോട്ട് ഹിസ് ക്രിയേഷൻസ്. സൃഷ്ടാവിനെയാണ് നമ്മുടെ ഉള്ളിൽ പൂജിക്കേണ്ടത്. മനസ്സിലാവണ്ട പറയുന്നത്? ധാരാളം കുട്ടികളുടെ ഒരു സംശയ, എന്റെ നന്ദു ബ്രദറെ, നമ്മളിങ്ങനെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് നല്ല സുഖമല്ല അവിടെ ഇരുന്ന്. ഇങ്ങനെ ദൈവത്തിന് നല്ല സുഖ, AC-യിൽ ഇരിക്കണോ? ദൈവം പറയടാ ഞാൻ നല്ലവരാണെന്ന് പറയടാ. ചില ആളുകളുടെ ചിന്ത എങ്ങനെയാണ്? അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. അവർ പറഞ്ഞ് ഹല്ലേലൂയ ആകണ്ട. ഇത്ര പേരുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഹല്ലേലൂയ പറയുമ്പോൾ ദൈവത്തിന് നല്ല സുഖം കിട്ടുന്നുണ്ട്. കേട്ടോ? ഉത്തരം പറയാം. ആ കഥകിന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ പേരെന്താ? ആൽഫ അല്ലേ? ആൽഫ നീ അല്ലേ? അതോ ആൽഫി? നിങ്ങളൊരു വീട്ടിലാണോ? ആൽഫിയും വേറെ അല്ലേ? ആൽഫി മോളെ, നമ്മളിങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നതിനാ. എത്രാം ക്ലാസ്സിലാ കാറ്റീസം? 12 +2 അല്ലേ? എന്തിനാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്? സ്തുതിക്കുമ്പോൾ ദൈവത്തിന് വല്ല സുഖം കിട്ടണോ? അങ്ങനെ എന്താ പറയാൻ പറ്റാത്ത? കണ്ട അപ്പുറത്തെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി സഹായിച്ചേ. നമ്മളിങ്ങനെ ആൽജോ, നമ്മളിങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവത്തിന് എന്തിനാ ദൈവത്തിനെ സ്തുതിക്കുന്നേ? ജെറോമിന്റെ അനിയന്റെ പേര് പറഞ്ഞല്ലോ. ജെറോമിന്റെ അനിയന്റെ പേര് നമ്മളെന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? യൂട്യൂബിൽ എല്ലാവരും കാട്ടെ. പേര് പറഞ്ഞ് ജെറിമ നിന്നെ വിശ്വപ്രസിദ്ധനാക്കുന്നത്. പറഞ്ഞ് എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നേ? അറിയില്ല അല്ലേ? വിഷമിക്കണ്ട, അവിടെ നിൽക്കുക. ഞാൻ പറയാം, നീ പോലെ അവിടെ നിൽക്കുക, കൊതറാതെ നാം ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാവരും കേട്ടെ. സൃഷ്ടാവിനെ സൃഷ്ടികൾ സ്തുതിക്കുമ്പോൾ സൃഷ്ടാവിന്റെ നന്മകൾ കൊണ്ട് സൃഷ്ടി നിറയും. ഒന്നുകൂടെ കേട്ടോ, ഫോൺ കേട്ടോ. സൃഷ്ടാവിനെ സൃഷ്ടികൾ സ്തുതിക്കുമ്പോൾ സൃഷ്ടാവിന്റെ നന്മകൾ കൊണ്ട് സൃഷ്ടി നിറയും. എന്നെല്ലാവരും പറഞ്ഞ്, സൃഷ്ടാവിനെ സ്തുതിക്കുമ്പോൾ സൃഷ്ടാവിന്റെ നന്മകൾ കൊണ്ട് സൃഷ്ടികൾ നിറയും. കണ്ടോ? നമ്മൾ ദൈവത്തെ നന്ദി സ്തുതി പറയുമ്പോൾ ദൈവത്തിന്റെ നന്മകൾ കൊണ്ട് നമ്മൾ നിറയാണ്. മനസ്സിലാവണ്ടോ പറയുന്നത്? ചന്ദന മരത്തെ ചാരി ഇരുന്നാൽ എന്തിന്റെ മണം ഉണ്ടാവും? ചാണകത്തിന്റെ അല്ലേ? അല്ല, പിന്നെയോ ചന്ദനത്തിന്റെ. നാറും മരം ചാരുന്നവൻ നാറും. ഒന്നുകൂടെ, നാറും മരം ചാരുന്നവൻ നാറും. പറഞ്ഞേ, നാറും മരം ചാരുന്നവൻ നാറും അല്ലേ? നല്ല ചന്ദനമരത്തെ ചാരിയിരുന്നാൽ ചന്ദനത്തിന്റെ സുഗന്ധം. സ്നേഹമുള്ളവർ, അതുപോലെ തന്നെ യേശുക്രിസ്തു ആ സൃഷ്ടാവാണ്, പ്രപഞ്ച സൃഷ്ടാവ്, നമ്മുടെ സൃഷ്ടാവ്. സൃഷ്ടാവിനെ നന്ദി പറയുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ സൃഷ്ടാവിന്റെ നന്മകൾ കൊണ്ട് നാം നിറയും. നമുക്ക് തന്നെ മെച്ചം. അല്ലാതെ ദൈവത്തിന് യേശുവേ നന്ദി അങ്ങനെ കുളിരൊന്നും കോരല്ലേ കർത്താവിന്. അങ്ങനെ ആരും തെറ്റായി ചിന്തിക്കരുതേ. ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അത്. അപ്പൊ ആളുകൾ ഈ ദൈവം പൊങ്ങച്ചക്കാരൻ, അദ്ദേഹത്തെ എപ്പോഴും സ്തുതിക്കണം. അങ്ങനെയല്ല. നാം സ്തുതിച്ചതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൂടുന്നില്ല. നാം സ്തുതിക്കാത്തത് കൊണ്ട്, ബാക്കി പറ, നാം സ്തുതിക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കുറയുന്നുണ്ട്. അങ്ങനെ കുറയിലും കൂടുതലാണെങ്കിൽ അദ്ദേഹം ദൈവമല്ല. മനസ്സിലാവുണ്ടോ? ഒരു മെഴുകുതിരി, ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ ധ്യാനം കൂടാൻ പോയപ്പോ അവിടെ പാടിയ പാട്ടാണ്. എനിക്ക് പാട്ട് അറിയില്ല കേട്ടോ, സോറി. ഞാൻ പറയാം. ഒരു മെഴുകുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായി. എന്ത് ടച്ചിങ് വേർഡ്സ് ആണോ! ഇപ്പോഴത്തെ ഡാഡിമമ്മയും വീട്ടിലില്ല അങ്ങനത്തെ പാട്ടുകളാ. ഭക്തിഗാനം കേട്ടാൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പൊ എന്താന്നോ, ഒരു മെഴുകുതിരി, ആൺകുട്ടികൾ ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ആ മെഴുകുതിരിയിൽ നിന്ന് നമ്മൾ 1000 മെഴുകുതിരി കത്തിച്ചാൽ ആദ്യത്തെ മെഴുകുതിരിയിലെ വെളിച്ചം കുറയില്ലേ? കുറയോ? യെസ് ഓർ നോ? നോ. അപ്പൊ ആദ്യത്തെ തിരി കുറയോ അതിൽ നിന്ന്? ഇതുപോലെ ദൈവത്തിൽ നിന്ന് എന്തുമാത്രം സ്നേഹം നമുക്ക് തന്നാലും ഒട്ടും കുറയില്ല. നമ്മോട് എന്തുമാത്രം ക്ഷമിച്ചാലും ക്ഷമ കുറയില്ല. ദൈവം എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ്. പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത എടുത്തു മാറ്റിയാൽ വീണ്ടും പൂർണ്ണത അവശേഷിക്കും. ദൈവം എല്ലാത്തിൻ്റെയും നിറവ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥന, ഞാൻ പകുതി പറയാം, തുടക്കിടാം, ബാക്കി നിങ്ങൾ പറയണം. സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും, ബാക്കി പറഞ്ഞേ,
സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും എന്ത് ഉറവിടം, സോഴ്സ്. നീ ആഗ്രഹിക്കുന്ന എന്ത് നന്മ വേണം, നീ ആഗ്രഹിക്കുന്ന സകല നന്മകളുടെയും ഉറവയാണ് ദൈവം. ഒന്ന് ഓർത്തു നോക്കിയും. അപ്പൊ എവിടെയാ സമീപിക്കണ്ടേ? ഉറവയിലേക്ക് വരണം. ഉറവ ദൈവമാണ്. നീ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവ അവനാണ്. എന്തിനാ പിന്നെ അവനെ വിട്ടുപോണേ? ജെറമിയ 2-ാമത്തെ അധ്യായം 32-ാം വാക്യം. ജെറമിയ പഴയ നിയമത്തിന്റെ വചനമാണ്. ജെറമിയ ഇങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കേൾക്കുമ്പോഴേ എല്ലാം കടലാസിൽ എഴുതിയെടുക്കും. ഇത് വീട്ടിൽ ചെന്ന് നോക്കും, ഇത് ഇങ്ങനെ തന്നെയാണോ ബൈബിളിൽ നോക്കും. എന്നിട്ട് അങ്ങനെ പഠിച്ചതാണ്. ആണിപ്പോ ബൈബിൾ ഉപയോഗിക്കാതെ തന്നെ പറയുന്നത് കണ്ട. എത്ര വർഷങ്ങളാണോ ബൈബിളിന്റെ മുമ്പിലിരുന്നേ. അങ്ങനെ നിരന്തരമായിട്ട് ബന്ധപ്പെടാം. കോൺസ്റ്റന്റ് കോൺടാക്ട് വിത്ത് ഹോളി സ്ക്രിപ്ചർ, നിരന്തരമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ കാണാം നമ്മുടെ മനസ്സിൽ നിന്നറിയും. അത് നമ്മൾ വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം കേട്ടോ. പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പറയും, എടി ദൈവമൊന്നുമില്ല, വെറുതെയാണത്, ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതാ എന്നൊക്കെ പറയും. നീ അതൊന്നും വിശ്വസിക്കണ്ട. നല്ലതാ ഇടയ്ക്ക് പൊട്ടത്, കാരണം ആൾക്കാരൊന്നും എഴുന്നേൽക്കാൻ. അപ്പച്ചന്മാർക്കൊന്നും കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടിരിക്കുന്നത്. ശരി. ജെറമിയ 2:32. ജെറമിയ 2:32 എന്താണ് എഴുതിയിരിക്കുന്നത്? കുഞ്ഞിന് കിട്ടിയോ? പാട്ട് പാടുന്ന ആൽഫ ഒമേഗ, ആൽഫ. അത് തന്നെ വായിച്ചോ. യുവതി തന്റെ ആഭരണമോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ആരോൺ ശ്രദ്ധിക്കണ്ടോ? ആരോൺ ഈ വാക്ക് ശ്രദ്ധിച്ചാൽ, യുവതി തന്റെ ആഭരണങ്ങളോ, പെണ്ണുങ്ങളെ ആഭരണം, പിന്നെയോ വസ്ത്രം മറക്കുന്നു. ഏതെങ്കിലും സ്ത്രീ പിടിക്കുന്നു, എനിക്ക് എത്ര വളയുണ്ടാവുമോ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എനിക്ക് എത്ര സാരി ഉണ്ടാവോ എന്നറിയോ? കൃത്യം. യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നിട്ട് പറയുന്നു, എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ദൈവത്തിന്റെ സങ്കടം. അപ്പൊ ആഭരണത്തോടും വസ്ത്രത്തോടുള്ള അടുപ്പം പോലും ആരോടില്ല? പറഞ്ഞേ, ദൈവത്തോടില്ല. ദൈവത്തിന്റെ സങ്കടം നോക്കി. ജെറമിയ 2:32. യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ഓർക്കണം. നിങ്ങള് ഇവിടെ കുളമുണ്ടോ? കുളത്തിലൊക്കെ മീനിങ്ങനെ കാണാം. മീൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നു എന്താണോ ചെയ്യണത്? കണ്ടോ നിങ്ങള്? ഇല്ല ബ്രദറെ, ഞങ്ങൾ വളർത്ത മീൻ മാത്രമേ കാണാറുള്ളൂ. അതല്ല, കുളത്തിൽ ഇങ്ങനെ കാണാം. മീൻ ഇടയ്ക്ക് എന്തിനാവും മുകളിലേക്ക് വരുന്നത്? ശ്വാസം വിടാനോ? കുട്ടികൾ വഴക്ക് പറയട്ടോ, മീന് ശ്വാസം കിട്ടുന്നത് വെള്ളത്തിൽ നിന്ന് തന്നെയാണ്. നമുക്കാണ് കരയിൽ നിന്ന് വലിച്ചെടുക്കാൻ. നമ്മളെ വെള്ളത്തിലിട്ടത് അവിടെ പരിപാടി കഴിക്കും. എന്തിനാന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കോഴി ഈ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു താങ്ക്സ് പറയുന്നതാണോ ദൈവത്തിന്? ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണണേ അല്ലേ? മീനിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് നോക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ശ്രദ്ധിക്കണം, പ്രകൃതിയെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രകൃതിയായിട്ടൊരു ബന്ധമില്ല. ഒരു കുഞ്ഞിനോട് ചോദിച്ചു, പശു എന്ത് തരുന്നു? അവൻ പറഞ്ഞു, പശു ചാണകവും മൂത്രവും തരുന്നു. പാൽ എവിടെ നിന്ന് കിട്ടുന്നു? പാല് മിൽമയിൽ നിന്ന് കിട്ടുന്നു. ഇപ്പൊ 4 രൂപ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ കേട്ടില്ലേ? 4 രൂപ കൂട്ടിയത് പാലിന്. പ്രകൃതിയായിട്ട് ബന്ധമില്ല. ഒരു കുഞ്ഞ് അപ്പനോട്, പപ്പ നെല്ലുണ്ടാവുന്ന ട്രീ എവിടെയാ പപ്പ? നെല്ലുണ്ടാവുന്ന ട്രീ നെല്ലും മരത്തിലുണ്ടാവണേന്നാ. പ്രകൃതിയായിട്ടൊരു ബന്ധമില്ല. അപ്പോ ഈ പ്രകൃതിനെ നോക്കണം. പ്രകൃതി ഇത് ഭംഗിയാണോ? ഞാനിങ്ങോട്ട് വരുമ്പോ കുറേ സമയം ഇങ്ങനെ ഓരോ മാവ്, വ്യത്യസ്ത വൃക്ഷം, ഇത് ഭംഗിയാ. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാ. ചില ആളുകളോട് പറയുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് പ്രാന്താന്ന് പറയുന്നു. എന്ത് ഭംഗിയാ പ്രകൃതി കാണാൻ. ഈ പാടത്തിന്റെ സൈഡിലൊക്കെ വന്ന് എന്തൊരു ഭംഗി അവിടെ കാണാൻ. പ്രകൃതി എത്ര ഭംഗിയാണ്, മനോഹരമാണ്. നമ്മുടെ പ്രപഞ്ചം എത്ര മനോഹരമാണ്. ആരാണത് കാണുന്നത്? ആരും ശ്രദ്ധിക്കുന്നില്ല. പണ്ടൊക്കെ ഇല്ലേ, ഇപ്പോഴല്ലേ ടോയ്ലറ്റൊക്കെ അകത്ത്, പണ്ട് ടോയ്ലറ്റ് പുറത്തായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി നമ്പർ 1 പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അപ്പൻ ആ തെങ്ങിന്റെ കടക്ക്, അമ്മ ആ വാഴക്കടക്ക്, ചേച്ചി പിന്നെ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ചൊറിഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കും. എന്തോരു നക്ഷത്രങ്ങളാ. ഞാൻ പറയുന്നത് പഴയ കാരണന്മാർക്ക് മനസ്സിലാവും അല്ലേ? സത്യമല്ലേ പറയുന്നത്? ഇന്ന് പിള്ളേര് കിടക്കണോട് തന്നെ നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരുന്ന് കാണാം. അല്ലാതെ ഒരു സ്റ്റാർ അവർ കാണുന്നില്ല. പ്രകൃതി എത്ര മനോഹരമാണ്.
പ്രപഞ്ചം ഇതൊക്കെ കാണണമെങ്കിലേ നമ്മുടെ ദൈവം കണ്ണു തുറക്കണം. പുറം കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകം കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. പുറം കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. അംശുമാൻ എന്ന് പറഞ്ഞ സൂര്യൻ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ പുറം കണ്ണു തുറക്കുന്നു. എന്നാൽ പുറം കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകം കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഗുരു വരണം, അപ്പോഴാണ് അകത്തെ കണ്ണ് തുറക്കുള്ളൂ. മനസ്സിലാവില്ല അതുവരെ. അപ്പൊ അമ്മ പറയും, പെൺകുഞ്ഞുങ്ങളൊക്കെ പറയും, എടി നിനക്ക് നിന്റെ വസ്ത്രം നിനക്ക് കഴുകിയിട്ടൂടെ, നിന്റെ ടോയ്ലറ്റ് നിനക്ക് വൃത്തിയാക്കിയിട്ടൂടെ, ഈ മുഷിഞ്ഞ വസ്ത്രം ഇവിടെ കുന്നുകൂട്ടിയിട്ടാണ് കണ്ട കോട്ടയം അയ്യപ്പാസ് പോലെ. എടാ നിന്റെ ഈ ചാക്ക് തുണി നിനക്ക് ആ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ടൂടെ, നിന്റെ അടിയിലിടുന്നതും മണ്ടയിലിടുന്നതും ഒക്കെ ഇവിടെ കുന്നുകൂത്തിയിട്ടിരിക്കുകയാണ്. എപ്പോഴാണോ മനസ്സിലാവാത്? നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അപ്പം മനസ്സിലാവും, എൻ്റെ അമ്മ എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോഴേക്കും അമ്മ പടായിട്ടുണ്ടാവും. പട അവിടെ ഫോട്ടോയിൽ ഇരിക്കണതാണ്. അപ്പൊ ഫോട്ടോയിൽ നോക്കി അമ്മ എത്ര കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നെ. ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല അമ്മമാരെ, ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. കുറേ കഴിയും. നമ്മളെവിടെയാവും? ഭിത്തിയിലാവും. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇതെങ്ങനെ ഇങ്ങനെ മനസ്സിലായി എന്ന് എനിക്കും എങ്ങനെ മനസ്സിലായത്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ക്ലാസ് തുടങ്ങി ഞാൻ പറയുന്നതാ. ദൈവം എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? വിശുദ്ധി, വിശുദ്ധീകരണം. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കപ്പെടുക. രണ്ടാമത്തെ അർത്ഥം വേർതിരിക്കപ്പെടുക. സമർപ്പിക്കപ്പെടുക, വേർതിരിക്കപ്പെടുക. അതാണ് വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചേക്കണം. വേറെ ഒന്നിനും പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലാവട്ടോ? നമ്മളെ ദൈവത്തിന് സമർപ്പിക്കണം, നമ്മളെ ഏൽപ്പിക്കണം. അതാണ് വിശുദ്ധി, ഹോളിനെസ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ വിശുദ്ധീകരണം ഏറ്റവും ആദ്യം നടക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ യേശുവിനെ മാത്രം പ്രതിഷ്ഠിക്കണം. വേറെ ആരും നമ്മുടെ ഹൃദയത്തിൽ കയറാൻ പാടില്ല. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരും ഒരു വ്യക്തികളും നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കരുത്. യേശുവിന് മാത്രമുള്ള സ്ഥലമാണ് ഹൃദയം. അതാണ് ഒന്നാമത്തെ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. യേശുവിനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. അതാണ് നേരത്തെ പറഞ്ഞ 1 പത്രോസ് 3:15, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. ഹൃദയത്തിൽ യേശു മാത്രം. അങ്ങനെ നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും ആയാൽ പിന്നെ അയാൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. മരണത്തെ പോലും ആൾക്ക് പേടിക്കണ്ട. അല്ല, അതൊരു പേടിക്കണം. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ അതിന് പേടിക്കണം. യേശുവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്. യേശു നമ്മളെ ഏറ്റെടുക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ വഴി നടത്തിക്കൊള്ളും. ഇത്തരത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് മനുഷ്യൻ വന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കും. അങ്ങനെ ഹൃദയ ദൈവത്തിന് കൊടുത്ത് എന്തുമാത്രം കുഞ്ഞുങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? എന്തുമാത്രം യുവതീവാക്കളുണ്ടെന്നറിയോ? അമ്മമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ആ പ്രശ്നങ്ങളിൽ അവർ തളരില്ല. കാരണം യേശു ഉള്ളിലുണ്ട്. യേശു ഉള്ളിലുള്ളത് കൊണ്ട് അവർ പ്രശ്നങ്ങളിൽ തളരില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നന്ദു ബ്രദറിന്റെ അമ്മയുടെ കണ്ണിൽ ക്യാൻസർ രോഗം വന്നു. കണ്ണിൽ നോർത്ത് അമ്മയുടെ ഇടത് കണ്ണിൽ ഇവിടെ ചെറിയൊരു മുഴ വന്നു. ആ മുഴ വന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കണ്ണിൽ ഇങ്ങനെ എന്തോ കണ്ണിക്കുരു പോലെ. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒരു ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി. അവരെന്തോ മരുന്ന് തന്നു. പക്ഷെ അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായെങ്കിലും മുഴയൊന്നും മാറിയില്ല. അപ്പോൾ ഞാനൊരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആള് പറഞ്ഞു കണ്ണിൻ്റെ ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. കണ്ണിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സ്കാൻ ചെയ്യുന്നു പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് കണ്ണിക്കുരു അല്ല, കണ്ണിൻ്റെ അകത്ത് വലിയൊരു മുഴയാണ്. ആ മുഴ ബൾജ് ചെയ്ത് വരുന്നതാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്ത് മുഴ കളയണം, അല്ലെങ്കിൽ കണ്ണ് പൊട്ടി പോകുന്നു. അപ്പൊ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. ഒരു ഡോക്ടർ പറഞ്ഞു മാത്രമേ സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറോട് ചോദിക്കാമല്ലോ. മറ്റൊരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ മുഴ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലോ? അല്ല, ഇത് ഓപ്പറേറ്റ് ചെയ്താൽ കണ്ണിന്റെ ചെറിയ ഞരമ്പുകളെല്ലാം കട്ടായി പോകും. പിന്നെ കണ്ണ് വലത്തോട്ടോ ഇടത്തോട്ടോ മുകളിലേക്ക് താഴേക്ക് മൂവ്മെന്റ് നഷ്ടപ്പെടും കണ്ണിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് ചെറുതായിട്ട് ഇവിടെ കീറിയിട്ട് ആ മുഴയുടെ അല്പം എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം, ക്യാൻസർ ആണോ നോക്കാം. അപ്പൊ ഞാൻ ഡോക്ടർ ഇരിക്കുന്ന കസേരയുടെ പുറകിൽ വലിയൊരു യേശുവിന്റെ പടം വെച്ചിട്ടുണ്ട്. ആ പടത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്താണോ ഉറപ്പ്?
ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്ന ആളാ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞു. തൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. റിസൾട്ട്, ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ആ റിസൾട്ടിൻ്റെ കോപ്പി എൻ്റെ കേൾക്കുന്നു, വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മെഡിക്കൽ ടൈം നമുക്ക് വായിച്ചാൽ മനസ്സിലാവോ, വായിക്കടോ. എൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഓർബിറ്റൽ ലിംഫോമ ക്യാൻസറാണ്. ഡോക്ടർ പറഞ്ഞു, ക്യാൻസറാടോ, തൻ്റെ അമ്മയുടെ കണ്ണിൽ ക്യാൻസറാന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ പടത്തിലേക്ക് നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു, നല്ല ദൈവം, ഞാൻ നിന്റെ കൂടെ കുഞ്ഞുനാൾ മുതൽ നടന്നിട്ട് നീ എൻ്റെ അമ്മയുടെ കണ്ണിൽ ക്യാൻസർ വരുത്തി. ഞാൻ ഡോക്ടറിൻ്റെ മുമ്പിൽ നിന്ന് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കരയണ്ട കേട്ടോ. നല്ല മനുഷ്യപ്പറ്റുള്ള ഡോക്ടർ. ആളെ പറഞ്ഞു, കരയണ്ട കേട്ടോ. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞു. അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 30ഓളം റേഡിയേഷൻ്റെ റേസ് ഇതിനെ കടത്തി വിട്ട് ആ മുഴ കരിച്ചു കളഞ്ഞു. പിന്നെയും അമ്മ 6 വർഷം ജീവിച്ചു. പിന്നീട് ഒരിക്കൽ രാത്രി അമ്മ സ്ട്രോക്ക് വന്നു, അമ്മ രക്തം ഛർദ്ദിച്ച്. ഇങ്ങനെയാണ് പിന്നീട് അമ്മ മരിച്ചു പോകുന്നത്. എൻ്റെ മടിയിൽ കിടന്നാണ് അമ്മ മരിച്ചു പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, ഇത്രയും കാലം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു. അപ്പോൾ ധാരാളം കുട്ടികളുടെ വിചാരം എന്താണെന്നോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ നടത്തി തരുന്ന ആളാണ് ദൈവം. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ നടന്നു കിട്ടണമെന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് നടന്നില്ലല്ലോ. അമ്മ ക്യാൻസർ അല്ല, സ്ട്രോക്ക് വന്നിട്ടാണ് മരിച്ചത്. പിന്നെ അച്ഛനും മരിച്ചു. ഞാൻ തനിച്ചായി വീട്ടിൽ, വേറെ ആരുമില്ല. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കും, എനിക്ക് കുറച്ച് റബ്ബറുണ്ട്, ആ റബ്ബറെല്ലാം വെട്ടി പാലെടുക്കണം. പിന്നീട് ഞങ്ങളുടെ മുറ്റം വലിയ മുറ്റാണ്, ആ മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കണം. രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയും കറിയും വെക്കണം. പിന്നെ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. നന്ദബ്രദർ വരുന്ന ഇഷ്ടമാണ് കുട്ടികൾക്ക് എന്നെ. പക്ഷെ കുട്ടികൾക്ക് കർട്ടൻ്റെ മുമ്പിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളെ അറിയുള്ളൂ, സ്റ്റേജിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളറിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമതകൾ ആരും മനസ്സിലാക്കില്ല. അപ്പോൾ കണ്ടോ, ആരുമില്ലാതെ ഒരു അവസ്ഥ, ഏകാന്തത. പിന്നീടാണ് വിവാഹം കഴിക്കാൻ ആലോചിച്ചാൽ ആരും പെണ്ണ് തരില്ല. കാരണം എന്താ, ഞങ്ങളെ വിളിക്കുന്നത് പൂക്രി എന്ന് പറഞ്ഞ പുതു ക്രിസ്ത്യാനി. നിങ്ങളെ വിളിക്കുന്നത് ആ പൂക്രി, അതിപുരാതന ക്രിസ്ത്യാനികൾ. ആ പൂക്രിമാർക്ക് പെണ്ണ് കൊടുക്കില്ല. അങ്ങനെ ആൽഫമോളെ കല്യാണം കഴിച്ചു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ ധാരാളം. പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നു, വലിയ വിഷമതകളിലൂടെ കടന്നു പോകുന്നു. പക്ഷേ കേട്ടെ യേശു ക്രിസ്തുവായിട്ട് ബന്ധമുള്ളത് കൊണ്ട്, യേശുവിനെ ഹൃദയത്തിൽ പൂജിക്കുന്നത് കൊണ്ട് കർത്താവ് കൈവിട്ടില്ല. ആ വൈതരണിയിലൂടെ എല്ലാം കടന്നു പോയിട്ട് വന്നിട്ടും തകർന്നു പോകുന്നില്ല. ഇതാണ് യേശുവിനെ ഹൃദയത്തിൽ പൂജിച്ചാലുള്ള ഗുണം. നമ്മൾ പ്രതിസന്ധികളിലൂടെ പോകും. നീ അഗ്നിയിലൂടെ കടന്നു പോയേക്കാം, പക്ഷെ നിനക്ക് എന്ത് പറ്റില്ല, പൊള്ളലേൽക്കുകയില്ല. നദിയിലൂടെ കടന്നു പോയേക്കാം, പക്ഷെ നദി നിന്നെ മുക്കിക്കളയുകയില്ല. എന്താ, നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് നല്ല ആത്മശക്തി കിട്ടും. മനസ്സിലാവില്ലേ? അപ്പൊ അതുകൊണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് യേശുവിനെ വിശ്വസിച്ച പിന്നെ സ്വർഗ്ഗം എന്നാണ്. എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ യേശുവിൻ്റെ കൂടെ പോയാൽ നമുക്ക് ആ ഇന്നർ പീസ്, നമ്മുടെ അകത്ത് നല്ല സമാധാനം, ഇന്നർ ഫ്രീഡം. എന്തൊരു ആത്മീയാനുഭവം അതൊക്കെ. അതാണ് ഏറ്റവും വലിയ കാര്യം. സമാധാനം, സന്തോഷം. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വിഷമങ്ങളുണ്ട്, പക്ഷെ അതിൽ നമ്മൾ തകരൂല്ല. ഒരു കുട്ടി, എനിക്കറിയാം, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, റെക്കോർഡ് ചെയ്യണത്. അപ്പൊ ആ +1 പഠിക്കുന്ന അവൾക്ക് ആരോടോ ഒരു ഇഷ്ടം തോന്നി. കുഞ്ഞുങ്ങളല്ലേ, വല്ലരോടും ഇഷ്ടമൊക്കെ തോന്നാം. പക്ഷെ അത് അവളുടെ അപ്പൻ അറിഞ്ഞപ്പോൾ അപ്പൻ ഗൾഫിൽ നിന്ന് അവളെ നല്ല അടി വെച്ച് കൊടുത്തു. കുട്ടികളെ തിരുത്തിയാൽ മതി. കുട്ടികളുടെ മുഖത്തൊക്കെ അടിക്കുക, പെൺകുട്ടികളുടെ മുഖത്തൊക്കെ കൈകൊണ്ട് അടിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ കുറുമ്പ് കാണിച്ചാൽ ഒരു വടിയെടുത്ത് അടിക്കാം അവരെ. കുട്ടികളുടെ മുഖത്തടിക്കുക, അവർ തലയ്ക്കടിക്കുക, അത് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. ആ കുട്ടി അകത്ത് കിടന്ന് വാതിലടച്ചു. അവൾ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു ദേഹത്തേക്ക്, എന്നിട്ട് തീ കൊടുത്തു. ഈ ബ്രസ്റ്റിന്റെ ഭാഗത്തോടെ മണ്ണെണ്ണ വീഴും. ഈ നെഞ്ചിന്റെ ഭാഗത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തി കഴിഞ്ഞാൽ തീ കിടത്തി വാതിലൊക്കെ ചവിട്ടി പൊളിച്ച് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ കുട്ടി മരിച്ചുപോയി. നമുക്ക് പലപ്പോഴും ദേഷ്യം തോന്നുമ്പോൾ കഥകിലിട്ട് അടിക്കും, ചിലപ്പോൾ അതൊക്കെ ചെയ്യും. പക്ഷെ നമ്മള് അത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യലാണോ? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ആൺകുട്ടി, അവനെന്തോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്നു, അവൻ പോയി ആത്മഹത്യ ചെയ്യുന്നു.
മണ്ടത്തരം ചെയ്തത്, ആത്മഹത്യ ചെയ്തത് പറ്റും, നമ്മുടെ ആത്മാവ് നശിച്ചു പോകും. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ പക്കലേക്ക് പോയില്ല. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്. നമ്മൾ പരീക്ഷയിൽ തോൽക്കാം, പക്ഷെ ജീവിതത്തിൽ തോൽക്കരുത്. പരീക്ഷയിൽ തോൽക്കാം, ജീവിതത്തിൽ തോൽക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ എപ്പോഴും പറയണം, ഞാൻ ജീവിക്കും, ഞാൻ മരിക്കുന്നല്ല, ഞാൻ ജീവിക്കും. പെൺകുട്ടികളൊക്കെ ദേഷ്യം വരുമ്പോൾ എൻ്റെ ശവം ഞാൻ തീറ്റിക്കും, ഞങ്ങൾക്ക് നല്ല പോത്തിറച്ചി മേടിക്കാൻ കിട്ടും, നിങ്ങളുടെ ശവം തിന്നിട്ട് വേണം ഞങ്ങൾക്ക്, ഞങ്ങൾ അത്ര വൃത്തികെട്ടോ നരഭോജികളൊന്നുമല്ല, എൻ്റെ ശവം തീറ്റിക്കും, നിങ്ങൾ കണ്ടോ, ശവം തീറ്റിക്കും. ഞങ്ങൾക്ക് ഒരാളുടെ ശവം വേണ്ട. അപ്പൊ കുഞ്ഞുങ്ങള് അപ്പൻ ചിലപ്പോൾ ദേഷ്യം, നീ പോയി ചാത്തോടറാ. അപ്പനോട് പറയണം, എന്നെ സഹിച്ച് വേണമെങ്കിൽ പപ്പയോടെ ജീവിച്ചു, ഞാൻ മരിക്കില്ല. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിക്ക് മീതെ തോണി. അല്ല, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ ഞാൻ ചാവേ എന്നല്ല പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും എല്ലാവരും വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കും. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുണ്ട് വലിയ വീട്ടിൽ, പക്ഷേ നീ ശുദ്ധീകരിച്ചാൽ ഗൃഹനായകന് പ്രയോജനകരമായ ഒരു നല്ല പാത്രമായി തീരും. ഈ ധ്യാനത്തിൽ അത് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എനിക്ക് നല്ല അഡ്മിഷൻ കിട്ടണേ, നല്ല സ്ഥലത്ത് കിട്ടണേ, അതല്ല പ്രാർത്ഥിക്കണ്ടേ, അത് സെക്കൻഡറി. ആദ്യം യേശുവേ, വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ, അതുണ്ടായാൽ മതി. അതുണ്ടായാൽ ബാക്കിയെല്ലാം കർത്താവ് തന്നു. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തന്നു. പുളിമുട്ടിൽ ടെക്സ്റ്റൈൽസ് അവിടെ ചെന്ന്, സാറേ ഒരു കവർ തരോ, നല്ലൊരു കവറാണല്ലോ നിങ്ങളുടെ, കവർ തരോ, തരത്തില്ല. സാരി മേടിക്കുമ്പോൾ കവർ ഫ്രീ. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം ഫ്രീ ആണ്. മനസ്സിലാവണ്ടോ പറയുന്നത്? ആദ്യ ദൈവത്തെ. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം സംശുദ്ധമായാൽ ദൈവം അവിടെ വസിക്കാൻ തുടങ്ങും. ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ ഹൃദയം സംശുദ്ധമായി യേശു വസിച്ചാൽ എത്ര മനോഹരമായിരിക്കും. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, ഇനി ശുദ്ധീകരിക്കേണ്ടത് ഹൃദയം മാത്രമല്ല, ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതൊക്കെ നോക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇപ്പൊ ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? 1, 2, 3, 4, പിന്നെ മെയിൻ ഡോർ 5, 2 സെന്റ് 7 ഉണ്ട്. അതൊക്കത്തില്ല. 5 വാതിലാണെങ്കിൽ ശരിയാണ്. 5 വാതിൽ നമ്മുടെ ഉള്ളിലേക്ക്. 5 വാതിൽ. കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം, തൊലി സ്പർശിച്ചറിയാം, അല്ലേ, നാവ് സംസാരിക്കാം, രുചിക്കാം. 5 ഇന്ദ്രിയങ്ങൾ. ഏറ്റവും പെശകുണ്ടാക്കും ചിലർക്ക് നാവാണ്. എൻ്റെ ദൈവമേ, ചിലരുടെ നാവ് പാഞ്ചാലിയുടെ സാരി പോലെ ഇങ്ങനെ കിടക്കാം. അവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നാവിനെ കുറിച്ച് ബൈബിളിൽ എന്താ പറയണേ? ഒരു സമ്മാനം. ആൺകുട്ടികൾക്ക് ഒരു ആദ്യത്തെ ചോദ്യം, ആൺകുട്ടികളോട് നാവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന വചനം പറയൂ. എന്റെ കൊട്ടേഷൻ ഒന്നും പറയണ്ട, വാക്യം മാത്രം പറഞ്ഞു. നാവിനെ കുറിച്ച് ബൈബിളിൽ എന്ത് പറയുന്നു? ഒരു സമ്മാനം. 100 അല്ല, ഒരു സമ്മാനം. പെൺകുട്ടികൾക്ക് നാവിനെ കുറിച്ച് ബൈബിളിൽ എന്ത് പറയുന്നു? നാവിനെ കുറിച്ച് എന്താ പറയുന്നത്? പാട്ടുകാരി പറ നാവിനെ കുറിച്ച്. ജറോ ഇവിടെ വന്നിരിക്കുകയാണ്. നാവിനെ കുറിച്ച് എന്താ പറയുന്നത്? അമ്മമാര് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുകൊണ്ട് സമ്മാനം നമുക്ക് ആർക്കില്ല എന്നല്ല, സമ്മാനം നമുക്ക് ആ സമ്മാനം പ്രിൻസി സഹോദരി കൊടുക്കും. എല്ലാവരും പറഞ്ഞുകൊണ്ട് സമ്മാനം ഇല്ല. നാവ് തീയാണ്. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 6-ാം വാക്യം. നാവ് തീയാണ്. നാവ് തീയാണ്. വീണ്ടും നോക്കി, എന്റെ മുഖത്തേക്ക് നോക്കി. നാവ് തീയാണ്. കുഞ്ഞെ, നാവ് തീയാണ്. അതുകൊണ്ട് നാവിനെ വെള്ളത്തിലിട്ടിരിക്കുക. കണ്ട തീരെ. പിന്നെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ഗ്രില്ല്. പിന്നെ ഷട്ടർ ഇട്ട്. എല്ലാവരും പറഞ്ഞ നാവ് തീയാണ്. പറഞ്ഞ് നാവ് തീയാണ്. ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. നാവ് കൊണ്ട് എന്തൊക്കെയാ ചിലര് തള്ളി മറക്കി. ഇപ്പൊ അങ്ങനത്തെ വാക്ക് പുതിയത്
പഴയ മലയാള ഡിക്ഷണറിലൊന്നും കാണില്ല. തള്ളി മറയ്ക്കൽ. പ്രിയപ്പെട്ടവരെ, ഒരു നാവ്, ഒരു സ്ത്രീ പറയായിരുന്നു, ആരോ എന്നോട് പറഞ്ഞാണ്, രണ്ട് അമ്മമാരും സംസാരിക്കുമ്പോൾ ഒരമ്മ ഇങ്ങനെ പറഞ്ഞു, എടി ഇന്നലെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നാളികേരമൊക്കെ ഇട്ട് അത് കൂട്ടിയിട്ടേക്കാം, അതിന്റെ മുകളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോ ഞാൻ കടല് കണ്ടു. കടല്. അതിന്റെ അർത്ഥം അത്രയും നാളികേരം അവളുടെ വീട്ടിലുണ്ടായത്. മറ്റുള്ള പറഞ്ഞു, കടലല്ലടി, എൻ്റെ വീട്ടിൽ വെട്ടിയ തേങ്ങയുടെ വെള്ളമാണ്. ഇതിനെയാണ് തള്ളി മറക്കലെന്ന് പറയുന്നത്. ചുമ്മാ അങ്ങനെ അടിച്ചു വിട, നാവ് ഇങ്ങനെ ചുമ്മാ കിടക്കല്ലേ. നാവ് കൊണ്ട് വിലകെട്ട വാക്കുകൾ പറയരുത്. കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയണം, കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, ആദ്യം കളിപ്പേര് വിളിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്. പാരത്തൊമ്മൻ, വടിവേലു, ബന്ധുവാസു, ഇങ്ങനത്തെ വാക്കുകൾ പറയരുത്. ഒരു പെൺകുട്ടിയോട് പറയടാ, അവളോട് പറഞ്ഞു, പണ്ട് നമ്മള് പഠിക്കുന്ന കാലഘട്ടത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ വർത്താനം പറയേയില്ല. ഇപ്പൊ തോളിക്കൈയിട്ട മോണ്. ഇവർ ആൺകുട്ടി പെൺകുഞ്ഞിനെ നോക്കി, എടി നിന്റെ മുടി കക്കൂസിലെ ബ്രഷ് പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സ് കക്കൂസിന്റെ സൈഡിൽ ബ്രഷിലിരിക്കുന്നു. ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞാൽ കൊള്ളില്ലാത്ത വാക്കുകൾ പറയരുത്. പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് കൊള്ളില്ലാത്ത വാക്കുകൾ പറയരുത്. എന്റെ ശരീരപ്രകൃതി, വണ്ണമുള്ള കുട്ടികളെ കളിയാക്കരുത്, മെലിഞ്ഞ കുട്ടികളെ കളിയാക്കരുത്, പൊക്കം കുറവിനെ ഓർത്ത് കളിയാക്കരുത്. എല്ലാം റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയാ ചെയ്യണ്ടേ? കളിയാക്കരുത്. അവർക്ക് നൊമ്പരപ്പെടുത്തും, അവർ മനസ്സിനെ നൊമ്പരപ്പെടുത്തും. മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മളെപ്പറ്റി ആരെങ്കിലും ഇല്ലാവചനങ്ങൾ പറഞ്ഞാൽ, അമ്മമാരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, അമ്മമാരുടെ ഒരു പ്രത്യേകത പറയാം. അമ്മമാരെ എന്തെങ്കിലും കേട്ടാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ചില അമ്മമാര് പറയും, 25 കൊല്ലം മുമ്പ് അവൾ പറഞ്ഞ വാക്കില്ല എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും. ആ കൊണ്ട് നടന്നോ അൽഫോൻസമ്മയുടെ തിരിശേഷിക്ക് പോയി രോഗം വന്ന് ചാകാനായിട്ട്. അപ്പച്ചന്മാരോടൊക്കെ പറഞ്ഞു നോക്കിയാൽ അവർക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല, വിട്ടുകളയും. സ്ത്രീകൾ ആകാശത്തുകൂടെ പോണ വെടിയുണ്ട കോണി വെച്ച് കയറിക്കൊള്ളുന്നു. അവര് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പറയുന്ന പാഴ്വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. മനുഷ്യൻ പറയുന്ന പാഴ്വാക്കുകൾക്ക് ചെവി കൊടുത്താൽ നമ്മൾ രോഗികളാവും. ഒരു വചനം വായിച്ച്, വിലാപങ്ങൾ ലെമന്റേഷൻ എന്ന് പറഞ്ഞ പുസ്തകം, വിലാപങ്ങൾ. ആരോൺ വിലാപങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ജെറമിയായുടെ പുസ്തകത്തിന്റെ അടുത്ത് വിലാപങ്ങൾ എടുത്തോ. വിലാപങ്ങൾ പകുതി അധ്യായം കഴിയണം. ബൈബിൾ പകുതി നടുക്കുന്ന് വലത്തോട്ട് പോകണം. വിലാപങ്ങൾ, ജെറമിയായുടെ പുസ്തകം കഴിഞ്ഞിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3:19, വിലാപങ്ങൾ 3:19. ആ ഫോണിലുണ്ടോ ബൈബിൾ? ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ആ ഫോണിൽ ഉണ്ടോ? യെസ് ഓർ നോ? ഒന്നും ചെയ്യരുത് കേട്ടോ, പാപമാണ്. ഫോണിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. പാപം, മാരക പാപം. ഫോണുള്ള എല്ലാവരും ആ ഫോണിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്യണം. POC ബൈബിൾ ഉണ്ട്, സത്യവേദ പുസ്തകം, ഇംഗ്ലീഷ് കിട്ടും, തമിഴ് കിട്ടും, എല്ലാ ട്രാൻസ്ലേഷൻ കേട്ടോ. 3:19, എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷം പോയസനാണ്. എന്ത് കുട്ടി ശ്രദ്ധിച്ചേ മോളെ? എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ. നമുക്ക് കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ കഷ്ടതകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ അത് വിഷമാണെന്ന്. വിഷം, പോയിസനാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. കേൾക്കണ്ടോ? അതായത് നമ്മുടെ മനസ്സ് തകരുന്നു. എന്തിനോർത്ത്? കഴിഞ്ഞ കാലത്തുണ്ടായ ചില സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ, നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ, അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലേ, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാൽ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ. ദോശക്കല്ലിൽ മാവൊഴിക്കുന്ന ശബ്ദ. എൻ്റെ ഒറ്റ വാക്കാണ് കുറ്റബോധം. അതിങ്ങനെ ഓർത്തോണ്ടിരുന്നാൽ നമ്മൾ വിഷം കുടിക്കുന്നതാണ്. എനിക്കത് പലരും വിഷം കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ ആവശ്യമില്ലാത്ത ഓർമ്മകൾ. ഞാനൊരു പള്ളിയിൽ അമ്മമാർക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാൻ വിളിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മാവിൻ്റെ ചുവട്ടിൽ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടായി. ആ ബൈക്ക് എടുക്കാൻ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു അമ്മ ഓടി വന്നു. ബ്രദറെ, ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ മോൻ ജീവിച്ച്, അവന് 24 വയസ്സുണ്ട് അവനപ്പോ, അവൻ തളർന്ന് കിടക്കുക. അപ്പൊ എന്ത് പറ്റി? അവന്റെ പ്രായമുള്ള എല്ലാ പിള്ളേരും ജോലിക്ക് പോകുന്നു, പുറത്തൊക്കെ പോയി. ചിലര് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. അവരെയൊക്കെ കാണണം. എൻ്റെ മോനിങ്ങനെ കിടക്കുന്ന ഓർത്ത് എനിക്ക് സങ്കടം.
പക്ഷെ എന്ത് പറ്റിയവന്? അല്ല, അവനിങ്ങനെ എൻ്റെ വയറ്റിലായിരിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞും ഞാനും എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എന്നെയും കുഞ്ഞിനെയും കാണാൻ ഭർത്താവ് വന്നു പോയപ്പോൾ രണ്ടാമത് കുട്ടി. അപ്പൊ രണ്ടാമത് പെട്ടെന്ന് കുട്ടി ഉണ്ടായാൽ ആദ്യത്തെ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ 2 ഗുളിക തന്നു. ഇത് കഴിച്ചാൽ മതി, ആ കുട്ടി പൊക്കോളെന്ന് പറഞ്ഞു. ഗുളിക കഴിച്ചെങ്കിലും അകത്ത് കിടന്ന കുഞ്ഞിന് മരിച്ചൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ജീവനിൽ കൈവയ്ക്കാൻ നമുക്ക് അവകാശമില്ല. ഈ അമ്മ പ്രസവിച്ചത് കുട്ടി പാരലൈസ്, തളർന്നു കിടക്കുന്ന കുട്ടിയായിരുന്നു. 24 വയസ്സായി. ആള് വളർച്ചയുണ്ട്, പക്ഷെ നടക്കൂല. അമ്മ കഴിച്ച മരുന്നിന്റെ പാർശ്വഫലമായിരിക്കാം അങ്ങനെയായത്. അപ്പൊ അമ്മയ്ക്ക് അന്നോടെയുള്ള ചിന്ത, എന്നാലും സംഭവിച്ചില്ല. ഞാൻ ആ മരുന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞെങ്ങനെ ആവായിരുന്നില്ലല്ലോ. കുറ്റബോധത്തിന് എന്താ മരുന്ന്? മെഡിക്കൽ ഷോപ്പിൽ പോയി, സാറേ കുറ്റബോധത്തിന് 2 ഗുളിക താ, കിട്ടോ? ഗ്യാസിന്റെ ഗുളിക കിട്ടും, കുറ്റബോധത്തിനില്ല. മെഡിക്കൽ ഷോപ്പിൽ കിട്ടൂല. അപ്പൊ കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ ദൈവത്തിൽ നിന്ന് പാപക്ഷമ കിട്ടും. പാപക്ഷമ കിട്ടുമ്പോഴാണ് കുറ്റബോധം പോകുന്നത്. അല്ലാതെ ഹൈഡ് ചെയ്ത് വെക്കരുത്, മറച്ചു വെക്കാൻ പാടില്ല. പാപം മറച്ചു വെക്കാൻ പാടില്ല. ശ്രദ്ധിച്ചേ, പാപം മറച്ചു വെക്കാൻ പാടില്ല. രോഗം മറച്ചു വെച്ചാലോ ഡോക്ടറിനോട് രോഗം മാറോ? ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റിലൊരു മുഴ, അമ്മ അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. കുഴപ്പമുണ്ടായെങ്കിലോ നേരത്തെ ഡോക്ടറെ കാണിക്കണ്ടേ? ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് വെച്ചോണ്ടിരുന്ന് വലിയ പ്രശ്നമായെങ്കിലോ? ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. രോഗങ്ങൾ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. അത് വേണ്ടത്ര ചികിത്സ നൽകുന്നത്. ഇതുപോലെ പാപവും ഏറ്റുപറയണം. പാപം മൂടി വയ്ക്കാൻ പാടില്ല. മൂടി വെച്ചാലോ അത് വഷളാവും. ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. അപ്പൊ ദൈവം നമ്മളെ സഹായിക്കും. സുഭാഷിതങ്ങൾ 28:13 എന്നിടത് സുഭാഷിതങ്ങൾ. വിലാപങ്ങളൊക്കെ കഴിഞ്ഞു പോട്ടെ. ജെറമി അങ്ങോട്ട് പോകണം, കുറച്ച് പോകണം. അതിനു മുമ്പ് സുഭാഷിതങ്ങൾ, സങ്കീർത്തനം എടുക്കുക. ബൈബിളിന്റെ നടുക്കാണ് സങ്കീർത്തനങ്ങൾ. അത് കഴിഞ്ഞ് പോകുമ്പോൾ കാണാം സുഭാഷിതങ്ങൾ. കിട്ടിയല്ലോ സുഭാഷിതങ്ങൾ. എത്ര പറഞ്ഞ്? 28:13, 28:13. സുഭാഷിതങ്ങൾ 28:13. സുഭാഷിതങ്ങൾ ശ്രദ്ധിക്കണേ. സുഭാഷിതങ്ങൾ പുസ്തകം എഴുതിയ സോളമൻ എഴുതിയ പുസ്തകമാണ് സുഭാഷിതങ്ങൾ. 28:13 വായിച്ചോ. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഉണ്ടോ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ഐശ്വര്യം ഇല്ലാത്ത വീട്. ചില കുട്ടികളെ കാണുമ്പോൾ പറയില്ലേ, ഒരു ഐശ്വര്യം ഇല്ലല്ലോ ഈ കുട്ടിക്ക്. ആ തെറ്റുകൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കരുത്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് എന്തുണ്ടാവില്ല? ഐശ്വര്യം ഉണ്ടാവില്ല. പിന്നെ ആർക്കാ ഐശ്വര്യം ഉണ്ടാവുക? അടുത്ത വാക്ക്, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പാപങ്ങൾ ഏറ്റുപറയണം മാത്രമല്ല പരിത്യജിക്കണം. പരിത്യജിക്കുന്ന പറഞ്ഞാൽ എന്തർത്ഥം? ഉപേക്ഷിക്കണം. ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ ക്ലാസ്സിൽ ഒരു ഭയങ്കര ദുർഗന്ധം, അവരുടെ ശരീരത്തിന് ദുർഗന്ധം. എല്ലാ ദിവസവും 2 നേരം കുളിക്കണം. മഴക്കാലം വന്നാൽ ചില കുളിയേ ഇല്ല തോന്നുന്നു. രാവിലെയും വൈകിട്ടും കുളിക്കണം. തലമുടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. ചില ധ്യാനത്തിന് വന്നാൽ വല്ല ജീവികളൊക്കെ ഉണ്ട്, അതിനൊക്കെ അമ്മയുടെ മടി കിടന്ന് അതിനൊക്കെ കൊന്ന് ശരിയാക്കി എടുക്കണം. നഖെല്ലാം നല്ല വൃത്തിയായിട്ട് വെട്ടണം. ചിലപ്പോൾ തന്നെ നോക്കാം, ചില നഖിങ്ങനെ കടിക്കുക, ചില കാലിന്റെ നഖം വായിലേക്ക് തള്ളിക്കെത്തി കെട്ടുകയും. അവരൊക്കെ എന്ത് ചെയ്യണം? യോഗ പഠിച്ച കുട്ടിയായിരിക്കണം. അല്ലാതെ എങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല വൃത്തി വേണം, നല്ല വൃത്തി. ഒരു ആൺകുട്ടി വരും, ഭയങ്കര നാറ്റം. അപ്പൊ അവന്റെ കൂട്ടുകാരൊക്കെ കണ്ടുപിടിച്ചു എവിടുന്ന് നാറ്റം വരുന്നത്. സോക്സിന്ന് നാറ്റം വരുന്നത്, സോക്സിന്ന്. അപ്പൊ അവരോട് ചോദിച്ചു, എടാ വൃത്തികെട്ടവനെ, ഈ സോക്സ് കഴുകാറില്ലേ? അവൻ പറഞ്ഞു, ആകെ ഒരു ജോഡിയുള്ളൂ. കുട്ടികളൊക്കെ പൈസ പിരിവിട്ട് അവൻ 5 ജോഡി സോക്സ് വാങ്ങിക്കൊടുക്കും. പിന്നെയും അവൻ വരുമ്പോൾ നാറ്റം. അവനോട് ചോദിച്ചു, നീ ഞങ്ങൾ വാങ്ങി തന്ന സോക്സ് മാറിയിട്ടില്ലേ? ആ കാല് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്ന സോക്സാ? ഇല്ലില്ല, നീ മാറിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് വൃത്തികെട്ട നാറ്റം വരുന്നത്? എടാ ഞാൻ സോക്സ് മാറി. സംശയം ഉണ്ടെങ്കിൽ ആ പഴയ സോക്സ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പഴയ സോക്സ് പോക്കറ്റിലിട്ട് കൊണ്ടുവന്നേ. ചില ആളുകൾ എത്ര ധ്യാനം കൂടിയാലും പഴയത് കൊണ്ടുവരണം. അവര് പറഞ്ഞേ ഹല്ലേലൂയ. പഴയത് കൊണ്ട് നടക്കാൻ പാടില്ല. പഴയതെല്ലാം, സോക്സിന്റെ കാര്യമല്ല, നമ്മുടെ പാപങ്ങൾ മുഴുവനും ഉപേക്ഷിക്കണം. പഴയത് മുഴുവനും ഉപേക്ഷിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പഴയതെല്ലാം, തിന്മകളെല്ലാം പോട്ടെ, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വെറുപ്പ്, വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ഇടവയിൽ തന്നെ 100 കുടുംബങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ ഇടവകയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധ്യാനം കഴിയുമ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന്, മേരി ചേച്ചി
കൈമ പിടിക്കരുത്. നീ കൈമ നോട്ടെ മേരി മൂരി എന്ന് പറഞ്ഞ് നീ എന്നെ കൈമ പിടിക്കാൻ പറ്റുന്നത്. കൈ കുതറുണ്ടെങ്കിൽ അപ്പൊ ഓർത്തോളൂ നരകത്തിലേക്ക് വിസി പാസ്പോർട്ട് കിട്ടിയത്. രമ്യപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ രമ്യപ്പെടണം. സ്നേഹിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ സ്നേഹിക്കണം. ക്ഷമിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറയുന്നില്ല, കുഴപ്പമില്ലാത്ത ഹല്ലേലൂയാണ്, പറഞ്ഞോളൂ ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ശുദ്ധീകരിക്കണം. ഇതാണ് ബൈബിൾ പറയുന്നത്. 3 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ശുദ്ധീകരണത്തിന്റെ വ്യവസ്ഥ. ശുദ്ധീകരണത്തിന്റെ വ്യവസ്ഥ എങ്ങനെയൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാം? 1 യോഹന്നാന്റെ സുവിശേഷം 15:3. ജോൺ ചാപ്റ്റർ 15:3. ആർക്ക് പറയാം? കാണാതെ അറിയാം. യോഹന്നാൻ 15:3. ആര് പറയും? യോഹന്നാൻ 15:3. അതെ, ആ ഒരു അമ്മ പറയുന്നുണ്ട്. പറഞ്ഞോ, ടീച്ചറാണോ അമ്മ? പറഞ്ഞോ, യോഹന്നാൻ 15:3. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആരോൺ ശ്രദ്ധിച്ചേ. ആരോൺ അവിടെ കയറിയിരുന്നോ? ബെഞ്ച് കയറിയിരുന്നോ? കുഴപ്പമില്ല, കയറിയിരുന്നു. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറിയിരുന്നോ? പ്രോബ്ലം, കയറിയിരുന്നു. ഓക്കെ. എനിക്ക് കേട്ടെ എല്ലാവരും ഒന്ന് പറഞ്ഞ, ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാവരും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്റെ അർത്ഥം എന്താ? വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. ദാനിയേലച്ചന്റെ പ്രസംഗമൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും. അതൊക്കെ പ്രസംഗമൊക്കെ ഓൺ ചെയ്ത് വെക്കണം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഞാൻ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ദിവസവും 4:45, 5 മണിക്ക് മുമ്പ് ഞാൻ എഴുന്നേറ്റിരിക്കും. എങ്ങനെയാ നടന്നുകൂടാ? ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഭാര്യ ചോദിക്കുക എവിടേക്കാ? 4:45 ഞാൻ ചാടിപ്പെടുത്തി എഴുന്നേൽക്കും. പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അപ്പൊ ഞാൻ പോയി ഒരു പ്രസംഗം കേൾക്കുക, ഏതെങ്കിലും ഒരു പ്രസംഗം, അല്ലെങ്കിൽ കുറച്ചു നേരം ബൈബിൾ വായിക്കും. കാലത്തന്നെ അങ്ങനെയാണ്. ദൈവവചനം വായിക്കണം കേട്ടാ. ദൈവവചനം വായിക്കണം. അതിൽ ആദ്യം തന്നെ കട്ടൻ കാപ്പി കുടിച്ച് ന്യൂസ് പേപ്പർ വായിച്ച് വണ്ടിടിച്ച് 14 പേര് മരിച്ചു. ഈ സങ്കടകരമായ വാർത്തയ്ക്കെതിരെ കേൾക്കണേ, ആദ്യം വേദപുസ്തകം വായിക്കണം, ദൈവവചനം വായിക്കണം. പിന്നെ കുർബാനയ്ക്ക് വരുന്ന ആളുകൾ വചനം ശ്രദ്ധിക്കണം. എന്നിപ്പോ വായിച്ച സുവിശേഷ വചനങ്ങളൊക്കെ പഴയ നിയമത്തിലെ വായന എത്ര നല്ല വായനയാണെന്നൊക്കെ വായിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയം പോരാ. ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. അതാണ് യോഹന്നാൻ 15 എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 15 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആരെങ്കിലും പറയോ? യോഹന്നാൻ 15 എന്തിനെ കുറിച്ച് പറയണേ? ദൈവമേ, 9ാം ക്ലാസ്സിലേക്ക് ഞാൻ മനപ്പാടാക്കിയതൊക്കെ. യോഹന്നാൻ 1 വചനത്തെക്കുറിച്ച്, 2 കാനായിലെ കല്യാണം, 3 യേശു നിക്കോദേമോസ്, 4 യേശു സമരിയക്കാരി, 5 ബെത്സയിലെ രോഗശാന്തി, 6 ജീവന്റെ അപ്പം, 7 കൂടാരത്തിരുന്നാൾ, 8 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, 9 ജന്മനാഥനെ സുഖപ്പെടുത്തുന്നു, 10 ഇടയനും ആടുകളും, 11 ലാസറിന്റെ മരണം ഉയർപ്പ്, 12 തൈലാഭിഷേകം, 13 ശിഷ്യന്മാരുടെ കാല് കഴിയുന്നു, 14 യേശു പിതാവിലേക്കുള്ള വഴി, 15 യേശു മുന്തിരിച്ചെടി, 16 പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുന്നു, 17 ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 18 യേശുവിനെ ബന്ധിക്കുന്നു, 19 പീഡാസഹനം, 20 ശൂന്യമായ കല്ലറ, 21 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞു. പതിയില്ല മനസ്സിൽ. ബോബി ജോസച്ചൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അച്ഛനൊരാളോട് ചോദിച്ചു, അയ്യോ നിങ്ങളുടെ മുഖം എന്താ പൊള്ളിയിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെ ഷർട്ട് അയൺ ചെയ്യായിരുന്നു, പെട്ടെന്ന് ആരോ ഫോൺ ചെയ്തു. ഫോണാണ് അയൺ ബോക്സ് എടുത്ത് മോന്തയ്ക്ക് വെച്ച് മോന്ത പൊള്ളിപ്പോയി. അപ്പൊ അച്ഛൻ അയാളോട് ചോദിച്ചു, ഇപ്പുറത്തെ സൈഡ് പൊള്ളിയിട്ടുണ്ടല്ലോ, ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തെറ്റി പിന്നെയും വിളിച്ചു വെച്ചാൽ. അപ്പൊ അയൺ ബോക്സ് എടുത്ത് ഇപ്പുറത്ത് ചോദിച്ചു. അച്ഛന്റെ പുസ്തകത്തിൽ എഴുതി അങ്ങനെ തന്നെ പറയുന്നുണ്ടോ. അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരുടെ കൈ ഇവിടെയൊക്കെ പൊള്ളാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ അല്ലെ, കൈ നോക്കി അറിയാം ഇവിടെ പൊള്ളാറുണ്ട്. മക്കളുടെ നാവ് മാത്രം പൊള്ളാറുണ്ട്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേ, പൊള്ളലേറ്റ പാട് പെട്ടെന്ന് പോവോ? പൊള്ളലേറ്റ പാട് സൈലൻസറിനൊക്കെ കാലുകുത്തിയാൽ അല്ലെ പൊള്ളും. ആ പൊള്ളലേറ്റ പാട് പെട്ടെന്ന് പോകത്തില്ല. പൊള്ളലേറ്റ പാട് പോലെ ഈശോയുടെ വചനം നമ്മുടെ ഉള്ളിൽ വരണം. പൊള്ളലേറ്റ പാട് പോലെ ഈശോയുടെ വചനം ഉള്ളിൽ കിടക്കണം. മനുഷ്യൻ പറയുന്ന പാഴ്വാക്കുകൾ ഉള്ളിൽ വെക്കരുതേ. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ച വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ കിടക്കണ്ടെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നും. നമ്മൾ പറയണം, കർത്താവേ ക്രൂശിലെ രക്തം കൊണ്ട്
എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകളെ കഴുകിക്കളയണമേ. ഈശോയെ, നിന്റെ രക്തം കൊണ്ട് ആ വാക്കുകളെ വാഷൗട്ട് ചെയ്യണമേ. ഈശോയുടെ രക്തം കൊണ്ട് കഴുകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾ, നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ആ വാക്കുകൾ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഇൻഫ്ലുവൻസ് പോകും. നമ്മൾക്ക് ഏൽക്കില്ല. അത് ചേമ്പലയിൽ വെള്ളം വീണതുപോലെ തട്ടിത്തെറിച്ചു പോകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ സ്വത്ത് വിഭജിച്ചപ്പോൾ അപ്പച്ചൻ പാർട്ടീഷൻ നടത്തിയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്വത്ത് തന്നില്ല, എന്നാലും അപ്പൻ എങ്ങനെ എന്നോട് പെരുമാറിയില്ലേ? എൻ്റെ അപ്പൻ്റെ സ്വത്ത് കിട്ടിയിട്ട് വേണ്ട നിനക്ക് നന്നാവാൻ. അപ്പൻ തരാത്തത് അപ്പൻ്റെ കുറ്റം. പക്ഷെ നീ അപ്പനോട്, കർത്താവേ, നീയാണ് എന്നെ സമ്പന്നനാക്കുന്നത്, എനിക്ക് അപ്പനോട് വിരോധമില്ല, എനിക്ക് അപ്പനോടുള്ള വിരോധത്തെ യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണം, നമ്മുടെ ഹൃദയത്തെ സംശുദ്ധാക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ മുറിവുകൾ ഉണ്ടാവും. ആളുകൾ ഇതൊക്കെ പറയും, പക്ഷെ നമ്മളതൊന്നും മനസ്സിൽ വെക്കരുത്. നമ്മൾ ഈശോയോട് പറഞ്ഞ് എല്ലാ ദിവസവും കഴുകണം, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. കുട്ടികളൊക്കെ നോക്കിക്കോ, എന്നും നമുക്ക് ഇങ്ങനെയുള്ള വിഷമതകൾ. അമ്മമാര് നോക്കിക്കോ, നിങ്ങളെക്കുറിച്ച് അവരിവരൊക്കെ ഇതൊക്കെ പറഞ്ഞേക്കാം. അവൾ അങ്ങനെ പറഞ്ഞല്ലേ, അവളെ കാണട്ടെ, ചോദിക്കണം, അതൊക്കെ ചോദിക്കാൻ നടക്കാൻ ആർക്കാ ജോലി? നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കും. ഞാനിന്ന് ഒരു അമ്മയെ കണ്ടു. അമ്മ, ഞാൻ കാറ് ഗ്ലാസ്സിൽ താത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രയാസം? അപ്പം എന്നെ ആ സ്ത്രീയെ വിഷമിപ്പിച്ച് ഒരു സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ, ഞാൻ ഇതിലൂടെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ നിന്ന് ബൈബിള് വായിക്കുന്നത്. നിങ്ങളിപ്പോൾ ബൈബിള് വായിക്കണില്ലേ? വായിക്കലൊക്കെ ഉണ്ട്. ബൈബിള് കൂടുതൽ വായിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയും, പതിയും. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന വാക്കൊന്നും നമ്മുടെ മനസ്സിൽ പതിയില്ല കേട്ടോ. വചനം വായിക്കണം. അവരിവരെ ചെയ്യുന്നു ഓർത്തുകൊണ്ടിരിക്കുക. രോഗം വരും കേട്ടോ, രോഗം വരും. ചികിത്സിച്ചാൽ മാറൂല്ല. അതാണ് നേരത്തെ വായിച്ച വചനം. ഏത് വചനം? എൻ്റെ കഷ്ടതയുടെയും, മറന്നുപോയി, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. വിഷം പോയിസണാണ്. ഓർത്തോണ്ടിരുന്നാൽ വിഷം കുടിക്കുന്നതിന് തുല്യം. ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയുടെ വചനം വായിച്ചേ. നിങ്ങളുടെ വീട്ടിൽ സുവിശേഷ പെട്ടിയുണ്ടോ? വചനപ്പെട്ടി ഉണ്ടോ? വചനപ്പെട്ടിയില്ലേ? നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് സംസാരിക്കുന്നത് വചനപ്പെട്ടി. ചിലരിങ്ങനെ സ്കൂളിൽ പോകാൻ നേരത്ത് ഈശോയോട് സംസാരിക്കണം. ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും. വേഗം അതിനുള്ളിലേക്ക് തിരികെ കയറ്റി കിട്ടിയത് ഹാമർ ഉറങ്ങിക്കണം. യേശുവേ, ആദ്യം സംസാരിക്കണമേ. വചനം എടുത്തു. അപ്പൊ കിട്ടി, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വേഗം തള്ളിത്തിരിയും. കിട്ടുന്നത് നമ്മൾ അടിക്കുന്നത് പോലെ കിട്ടുന്ന വചനം. അവസാനം, ദൈവമേ എനിക്കൊരു നല്ല ആശ്വാസം തരണം. അങ്ങനെ എടുത്തപ്പോ കിട്ടിയത് എന്താന്ന്? എന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ തിരിയില്ല. മമ്മി, എനിക്ക് കിട്ടിയത് വചനം നോക്കി. ബാക്കി കിട്ടിയത് ഹാമർ കൊണ്ട് അടിക്കണോണോ? അത് വേണ്ടിയിട്ടില്ല. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് എന്തെന്നാ പറയുമോ? ചീത്ത വചനം. ആരോണേ? ചീത്ത വചനം. എന്നിട്ട് ചില കുട്ടികൾ ഇപ്പൊ വചനപ്പെട്ടി മേടിച്ചെന്ത് ചെയ്യും? അതിങ്ങനെ കമിഴ്ത്തി ഇടും എല്ലാം. എന്നിട്ട് എല്ലാം എടുക്കും. ഈ ദുഷ്ടന്റെ ഭുജത്തെ അതെടുത്ത് അടുക്കളിട്ട് കത്തിച്ച് കളയും. കൊള്ളില്ലാത്ത കത്തിക്കും. പിന്നെ എന്തെടുത്താലും എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത് കൊള്ളത്തില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ ചിലപ്പോൾ നമ്മളെ ശാസിക്കും, തിരുത്തും. അപ്പോൾ വചനത്താലുള്ള ശുദ്ധീകരണം. വചനം കേൾക്കണം, വചനം വായിക്കണം. വചനം നമ്മെ ശുദ്ധീകരിക്കും. മനസ്സിലാവണ്ട പറയുന്നത്? എന്ത് ശുദ്ധീകരണം? വചനത്താലുള്ള ശുദ്ധീകരണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എനിക്കൊരു പ്രാർത്ഥന ചൊല്ലാൻ തോന്നുന്നു. ചൊല്ലട്ടെ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്തെ ഇരിപ്പ് കണ്ടിട്ടാ മരിച്ച വിശ്വാസികളായിട്ട് തോന്നുന്നു. അവർ പറഞ്ഞേ ഹല്ലേലൂയ. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവര്, മരിച്ച വിശ്വാസികളായിട്ടിരിക്കല്ലേ? നല്ല ഉണർവോടുകൂടി ഇരുന്നേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ ശുദ്ധീകരണം ഏതാണ്? ആൽഫ, വചനത്താലുള്ള ശുദ്ധീകരണം. രണ്ടാമത്തെ ശുദ്ധീകരണം രക്തത്താലുള്ള ശുദ്ധീകരണം. വായിച്ചേ 1 യോഹന്നാൻ 1:7. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 7-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ന്റെ 7-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ന്റെ 7-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ന്റെ 7-ാം വാക്യം. 2 കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്നിട്ട് ആൻഡോ ബ്രദർ സംസാരിക്കാം. വായിച്ചോ. താഴേക്ക് പോരട്ടെ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം. അത് വായിച്ചേ. അത് തന്നെ. എല്ലാവരും പറഞ്ഞേ അവിടുത്തെ പുത്രനായ. ആൺകുട്ടികളൊക്കെ പറഞ്ഞേ അവിടുത്തെ പുത്രനായ.
പെൺകുഞ്ഞുങ്ങൾ പറഞ്ഞ അവിടുത്തെ പുത്രനായ വേണ്ടെന്നില്ല, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും, അത് എല്ലാ പാപങ്ങളിൽ നിന്നല്ല, എല്ലാ പാപങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞ അവിടുത്തെ പുത്രനായ, എന്ന് പറഞ്ഞ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം കണ്ട അത് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ പാപങ്ങളും എല്ലാ മറ്റേത് അതും പോകും, അതും പോകും, എല്ലാ പാപം പോവോ, അതും പോകും, എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കും. സകല പാപങ്ങളും നോക്കി യേശുവിന്റെ രക്തം ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അജോ ഒറീസയിൽ നിന്ന് ഒരു അച്ഛൻ വന്നു, ഒറീസയിൽ നിന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒറീസയിൽ ഓലമേഞ്ഞ വീടുകളുണ്ട്. അപ്പൊ അവിടേക്ക് പാമ്പുകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കും അത്രയും. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? എൻ്റെ വീടിൻ്റെ അടുത്താണ് ഒരു കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിച്ചത്. അവിടെയായിരുന്നു. അപ്പോൾ പാമ്പ് കടിയേറ്റ് എത്രയോ പേര് മരിക്കുന്നു. അപ്പോൾ ഒറീസയിൽ ഇങ്ങനെ പാമ്പുകൾ കാണുമ്പോൾ അവർക്കൊരു പേടിയില്ല. അവരുടെ അടുത്തൊരു ഒരു 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 പൈപ്പുണ്ട്, ഒരു PVC പൈപ്പ് പോലത്തെ ഒരു കുഴല്. അതിൻ്റെ ഉള്ളിൽ ഒരു ചുമന്ന വിഷദ്രാവകം നിറച്ച് വെച്ചേക്കാം. അതിൻ്റെ പുറകിലൊരു ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ടൊരു കമ്പുണ്ട്. ഈ പാമ്പിനെ കണ്ട ആ പമ്പെടുത്ത് പുഷ് ചെയ്യുമ്പോൾ ഈ ചുവന്ന നിറത്തിലുള്ള ഈ വിഷദ്രാവകം ചെന്ന് പാമ്പിൻ്റെ ദേഹത്ത് അപ്പൊ തന്നെ പാമ്പുകൾ വീഴിച്ചത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു അതുപോലെയാണ് യേശുവിൻ്റെ രക്തം. അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും കൊള്ളില്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ കണ്ണുകളെ കഴുകണമേ. യേശുവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ കണ്ണുകളെ കഴുകണമേ. നമ്മുടെ മനസ്സിലൂടെ എന്തെങ്കിലും ചീത്തയായ ചിന്ത വരുന്നുണ്ടെങ്കിൽ യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ മനസ്സിലെ അഴുക്കായ ചിന്തകളെ കഴുകണമേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അതെല്ലാം നമ്മുടെ ഉള്ളിൽ പോകും. നമ്മുടെ കാതുകളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലര് ദൈവമേ യേശുവിന്റെ രക്തത്തിൽ എന്റെ മുക്കി വെച്ചേക്കേ മൊത്തം കഴുകണം. അങ്ങനെ പ്രാർത്ഥിച്ചു. മനസ്സിലാവല്ലേ പറയുന്നത്? യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ എല്ലാവരും യേശുവിന്റെ രക്തം കൊണ്ട് തന്നെ കഴുകണം. നല്ല പ്രാർത്ഥനയാണ്. ഇതെല്ലാവർക്കും പ്രാർത്ഥിക്കും. ചിലപ്പോ അപ്പച്ചമാരൊക്കെ പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ബ്രദറെ. ഇങ്ങനെ പറഞ്ഞൂടെ? ഈ രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പറഞ്ഞ് യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. നിങ്ങൾ സൈക്കിളിൽ വരുമ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കി യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ. പാട്ടുപാടാൻ അറിയുന്നവര് തിരുരക്തത്തിന്റെ രണ്ടുപേരും പാട്ടുപാടണം. അല്ലെങ്കിൽ മുറ്റടിക്കാൻ നേരത്ത് യേശുവേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഷവറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ. എപ്പോഴും പ്രാർത്ഥിക്കുക. അതിന് മുട്ടുകുത്തി ചുമന്നതിരി പച്ചത്തിരി കത്തിക്കണമെന്നില്ല. മനസ്സിലാവുണ്ടോ പറയുന്നത്? അതുകൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കി. നല്ല പ്രാർത്ഥനയാണ്. ഏത് സമയത്തും പ്രാർത്ഥിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ശുദ്ധീകരണം പറ. രക്തത്താലുള്ള ശുദ്ധീകരണം. ഒന്നാമത്തെ ശുദ്ധീകരണം പറഞ്ഞേ വചനത്താലുള്ള ശുദ്ധീകരണം. ഒന്നുകൂടെ പറഞ്ഞ ഒന്നാമത്തെ ശുദ്ധീകരണം വചനത്താൽ, രണ്ടാമത്തെ ശുദ്ധീകരണം രക്തത്താൽ, മൂന്നാമത്തെ ശുദ്ധീകരണം ആത്മാവിനാൽ. 1 പത്രോസ് 1-ാമത്തെ അധ്യായം എടുത്ത് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1 പത്രോസ് 1-ാമത്തെ അധ്യായം ചെറിയൊരു വാക്യം അവിടെ കാണാം. വളരെ ചെറിയൊരു വാക്യം. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. പത്രോസിന്റെ 1-ാം ലേഖനം. ശരിക്കും ഞങ്ങൾ താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ആ താമസിച്ചുള്ള ധ്യാനത്തിൽ ശരിക്കും പഠിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ഈ മാസം ഉണ്ട് 3 ദിവസം, വെള്ളി ശനി ഞായർ 3 ദിവസം. 70 ആൾക്കാർ സീറ്റുള്ളൂ. കുറച്ച് സീറ്റ് കൂടി ചിലപ്പോൾ ഉണ്ടായിരിക്കും. പരിയാരം, ചാലക്കുടിയില പരിയാരം, അവിടെ 3 ദിവസം ചെറിയ ധ്യാന കേന്ദ്രമാണ്. പുഴയുടെ തീരത്തുള്ള CMI സഭയിൽപ്പെട്ട അച്ഛന്മാരുടെ ധ്യാന കേന്ദ്രം. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഇതൊക്കെ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. വായിക്കണേ. 1 പത്രോസ് 1-ന്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും
ആത്മാവിനാൽ വിശദീകരിക്കപ്പെട്ടവരുമായി. കണ്ടോ, ഒരു വാക്ക് കണ്ടോ, ആത്മാവിനാൽ വിശദീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കും. ഇന്നത്തെ വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, പഴയ നിയമത്തിലെ വായനയിൽ ശ്രദ്ധിച്ചോ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് മഴയില്ലാതിരുന്ന കാലം. എങ്ങനെയാ? ഭൂമിയെ നനച്ച് ഒരു മൂടൽ മഞ്ഞ് മണ്ണിൽ നിന്നിങ്ങനെ ഉയരും, എന്നിട്ട് മണ്ണിനെ നനയ്ക്കും. മൂടൽ മഞ്ഞ് ഉയർന്ന് നനയ്ക്കരുത്. 32:6 കാണുന്നുണ്ട്, മഞ്ഞ് ഇങ്ങനെ പൊങ്ങി വന്ന് നനയ്ക്കരുത്. എൻ്റെ അർത്ഥം നിന്ന പഴയ നിയമ കാലഘട്ടത്തിൽ, മോനെ ശ്രദ്ധിച്ച്, പഴയ നിയമ കാലഘട്ടത്തിൽ പെന്തക്കോസ്തല്ലേ, അതാണ് ആ വായന. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി കൊടുത്തിരുന്നില്ല, അല്പാൽപമായി. പ്രവാചകന്മാരിൽ വരും, പരിശുദ്ധാത്മാവ് വിട്ടുപോകും, സ്ഥിരമായി വസിച്ചിരുന്നില്ല. അതാണ് മൂടൽ മഞ്ഞ് ഉയർന്ന് പതുക്കെ നനയ്ക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലോ മാതാവും അപ്പോസ്തലന്മാരൊക്കെ പെന്തക്കോസ്ത് തിരുനാളിൽ അപ്പോസ്തല പ്രവർത്തനം 2 പ്രാർത്ഥിച്ചിരുന്നു. എന്താ സംഭവിച്ചത്? ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടായി. അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ വരാണ്, സമൃദ്ധിയായിട്ട് വരാണ്. പുതിയ നിയമത്തിൽ ആത്മാവിന്റെ ഒഴുക്കാണ് നടക്കുന്നത്, പഴയ നിയമത്തിൽ അല്പാൽപമായി. അതാണ് പഴയ നിയമത്തിൽ വായിച്ചത്, ഭൂമിയെ നനച്ചു, അല്പേ നനയുന്നു. എന്ത് അർത്ഥമാണ്, ആന്തരിക അർത്ഥമാണോ? ആരെ ശ്രദ്ധിക്കുന്നു? ആളുകൾ വചനം ശ്രദ്ധിക്കുന്നില്ല. വചനം ശ്രദ്ധിക്കാത്ത കാരണം ആളുകൾക്ക്, ഞാൻ ചില ആളുകളെ, ഞാനിപ്പോൾ ധ്യാനത്തിന് വേണ്ടി നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു അപ്പച്ചനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. കഴിഞ്ഞ ആഴ്ച വിളിച്ച അപ്പച്ച ധ്യാനത്തിന് വരും, കൂടെ അദ്ദേഹത്തിന്റെ പുറകെ പോയി വിളിക്കുക. അദ്ദേഹം മരിച്ച അദ്ദേഹത്തിന്റെ ആത്മാവ് നരകത്തിൽ പോകരുതല്ലോ, അതുകൊണ്ടാണ് പോയി വിളിക്കുന്നത്. അപ്പച്ചൻ ധ്യാനത്തിന് വരും. ആളെന്നോട് പറഞ്ഞ വാക്ക് പല പ്രാവശ്യം വിളിച്ചു. ആളെന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാ ആഴ്ചയും പള്ളിയിൽ പോകണ്ടല്ലോ, ഞാനാണെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്കുണ്ട്, പിന്നെ ഇതിനൊക്കെ ആരും കൂടുന്നേ ഉണ്ടോ? പഠിച്ചു വെച്ചേക്കാണ് ഇതെന്ന്. എല്ലാ ദിവസം പള്ളിയിൽ പോയാൽ അതുകൊണ്ടായി. വചനം കേട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനം? വചനം കേട്ടില്ലെങ്കിൽ ആൾ അനുഷ്ഠാനപരമായിട്ട് വരാം. കുർബാന എന്താന്ന് ചോദിച്ചാൽ പോലും ആൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആളുടെ വിചാരം 3/4 മണിക്കൂർ ഇവിടെ വന്നിരുന്നാൽ ഓക്കെ, ദൈവത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് കയറ്റുമെന്നാ ചിന്ത. അങ്ങനെ വിഡിത്തം ചിന്തിക്കരുത് കേട്ടോ. പള്ളി പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെ, പക്ഷെ ആൾക്ക് വചനം മനസ്സിലായില്ലെങ്കിലോ? പഴയ കാലത്ത് സുറിയാനി ഭാഷയിലായിരുന്നു കുർബാന. ആളുകൾ ഇരുന്ന് കൊണ്ടുപോയില്ലാണ് ആ സമയത്ത്. പിന്നെ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മുട്ടുകുത്തും. അപ്പൊ അവർക്കറിയാം എന്തോ പ്രധാനപ്പെട്ട കാര്യം നടക്കണം. എന്താന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ബൈബിൾ നമ്മൾ പള്ളിയിൽ വന്നിട്ടെന്ത് കാര്യം? നമ്മളിത് മനസ്സിലാക്കണ്ടേ, തിരുവെഴുത്തുകൾ മനസ്സിലാക്കണ്ടേ? കേട്ടോ, ശുദ്ധീകരണം 3 തരേണ്ടത് ഞാൻ പറഞ്ഞു. 1 പറഞ്ഞു വചനത്താൽ, 2 രക്തത്താൽ, 3 വചനം കേട്ടപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോഴല്ലേ നമുക്ക് അതുപോലെ ജീവിക്കാൻ കഴിയും. ഇങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മളെ മറനീക്കി പലതും കാണിച്ചു തരും.